الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, നമ്മൾ വായിക്കാൻ പോകുന്നത് ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിസാലയാണ്. ബയാനു ഫദ്ലി ഇൽമി സലഫ് അലാ ഇൽമിൽ ഖലഫ് എന്നാണ് ഈ റിസാലയുടെ പേര്. അദ്ദേഹം ഈ കിതാബിൽ വിശദീകരിക്കുന്ന കാര്യം മുൻഗാമികളുടെ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഇൽമിൻ്റെ മഹത്വം. അവരായിരുന്നു ഏറ്റവും ശുദ്ധമായ കലർപ്പില്ലാത്ത ഇൽമ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അവർക്ക് ശേഷം ഇൽമിൻ്റെ കാര്യത്തിൽ ഒരുപാട് കലർപ്പുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമലിൻ്റെ കാര്യത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ ദീനിൽ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ രക്ഷയുടെ മാർഗം അത് മുൻഗാമികളുടെ ഇൽമ്, അവരുടെ ആധാറുകൾ, അവരുടെ കൗലുകൾ അത് പിന്തുടരുക എന്നതിലാണ് എന്നാണ് ഈ കിതാബിൽ അദ്ദേഹം പറയുന്നതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ കിതാബിൻ്റെ ഉള്ളടക്കം വളരെ പ്രധാനമാണ്. നമുക്കറിയാം, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും മാർഗം പിന്തുടരൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിൻ്റെ പിളർപ്പിനെ കുറിച്ച്, ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദ. ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകും, പിളർപ്പുകളുണ്ടാകും. അതിൽ സ്വർഗത്തിൽ പോകുന്നത് ഒരു കക്ഷി മാത്രമായിരിക്കും. അതാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് വിശദീകരിച്ചത് മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി. ഇന്ന് ഞാനും എൻ്റെ സഹാബത്തും ഏത് മാർഗത്തിലാണോ ആ മാർഗം പിന്തുടരുന്നവർ. അപ്പോൾ സഹാബത്തിൻ്റെ മാർഗം എന്തായിരുന്നു എന്നുള്ളത് ഇൽമിൻ്റെ കാര്യത്തിലും അമലിൻ്റെ കാര്യത്തിലും, അവർ പഠിച്ചിരുന്ന ഇൽമ് എന്തായിരുന്നു, അവരുടെ വിശ്വാസം ഇഅ്തിഖാദ് എന്തായിരുന്നു, അവർ ഇബാദത്തുകൾ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി അത് പിന്തുടരൽ സ്വർഗപ്രവേശനത്തിന് നിർബന്ധമാണ്, നിബന്ധനയാണ്. അതാണ് ഈ കിതാബിൻ്റെ വിഷയം. എന്തായിരുന്നു അവരുടെ ഇൽമും പിൻഗാമികളുടെ ഇൽമും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് അവരുടെ കാലശേഷം കടത്തി കൂട്ടിയിട്ടുള്ള ദലാലത്തുകൾ ഇൽമിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ നാഫിആയ ഇൽമിൻ്റെ അടയാളങ്ങൾ ഇബ്നു റജബ് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ കിതാബിൻ്റെ ഉള്ളടക്കം. അത് വായിക്കുമ്പോൾ വ്യക്തമാകും. മുമ്പ് പല പ്രാവശ്യവും നിങ്ങൾ കേട്ടിരിക്കും, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, സലഫു സാലിഹീങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ ഫഹമും അത് പിന്തുടരൽ നിർബന്ധമാണ്, വാജിബാണ്. അതൊരു ഓപ്ഷനല്ല. ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സലഫു സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ അഹ്ൽ കിതാബിനെ, യഹൂദികളെയും നസ്രാനികളെയും ഖണ്ഡിച്ചുകൊണ്ട് അവരുടെ ദലാലത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് ആയത്തുകൾ വിശദീകരിച്ചതിന് ശേഷം അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഈ യഹൂദികളും നസാറാക്കളും അവർ ചെയ്ത അക്രമങ്ങളെക്കുറിച്ച് ഒരു ജുസ്ഓളം സൂറത്തുൽ ബഖറയിൽ വിശദീകരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഈ ദലാലത്തുകളിൽ നിന്നും ഈ വഴികേടുകളിൽ നിന്നും അവരുടെ രക്ഷാമാർഗം എന്താണ്? ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി. നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് സഹാബത്താണ്, സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായിരിക്കും. അപ്പോൾ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ മാർഗമാണ്, അതല്ലാത്തതെല്ലാം ദലാലത്താണ്. സഹാബത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതൊരു മസ്അലയിലും സഹാബത്തിനെ നമ്മൾ പിന്തുടരണം. സഹാബത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലോ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, സഹാബത്തിന്റെ ഇടയിൽ തന്നെ പല മസ്അലകളിലും പല അഭിപ്രായങ്ങളാണല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സഹാബത്തിനെ പിന്തുടരുക എന്ന് പറയുന്നത്? ഏത് അഭിപ്രായം നിങ്ങൾ പിന്തുടരും, ഏത് സഹാബിയെ പിന്തുടരും എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, ഇദഖ്തലഫ അസ്സഹാബ അലാ ഖൗലൈൻ. ഒരാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, റജുലുൻ യഖൂൽ, ഒരു മനുഷ്യൻ വാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദിനോട് അയാളുടെ വാദം പറഞ്ഞു കൊടുക്കുക. ഇദഖ്തലഫ അസ്സഹാബത്തു അലാ ഖൗലൈൻ അഖ്റുജു അൻ ഖൗലൈഹിമ. സഹാബത്തിന് ഒരു മസ്അലയിൽ രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ രണ്ടഭിപ്രായവും ഒഴിവാക്കും. കാരണം അവർക്കിടയിൽ തന്നെ ഐക്യമില്ല, പിന്നെ ഞാൻ എന്തിനാണ് അവരെ പിന്തുടരുന്നത്? അതുകൊണ്ട് ഞാൻ ഖുർആനും സുന്നത്തും എടുത്തു വെച്ച് ഗവേഷണം നടത്തി കണ്ടുപിടിക്കും എന്നൊരാൾ പറയുന്നുണ്ട് എന്ന് ഇമാം അഹ്മദിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ ഖൗലുൻ ഖബീസ് ഖൗലു അഹ്ലിൽ ബിദ്അ. ഇത് വളരെ മോശം, വൃത്തികെട്ട ഒരു വാദമാകുന്നു, ബിദ്അത്തുകാരുടെ വാദമാകുന്നു എന്നാണ് ഇമാം അഹ്മദ് പറഞ്ഞത്. ഇമാം അബൂ യഅല റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഉദ്ദ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഇമാം അഹ്മദിന്റെ ഖൗൽ.
അപ്പോൾ സഹാബത്തിനിടയിൽ രണ്ട് കൗലുണ്ടായാൽ ആ രണ്ടിൽ ഏതാണോ ശരി എന്ന് ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കാം. അതല്ലാതെ മൂന്നാമത്തെ ഒരു കൗല് പറയാൻ നമുക്ക് അനുവാദമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഉമ്മത്തിൽ എപ്പോഴും ഹക്ക് പറയുന്ന ഒരു കക്ഷി ഉണ്ടായിരിക്കും. അപ്പോൾ സഹാബത്തിനിടയിൽ രണ്ട് കൗലുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഈ ത്വായിഫത്തുൻ മൻസൂറ അല്ലെങ്കിൽ ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് ഒരു ദലാലത്തിൽ ഏകോപിക്കുകയില്ല. അപ്പോൾ ഈ രണ്ട് കൗലൊഴികെ ബാക്കിയുള്ള കൗലുകളൊക്കെ ബാത്തിലാണ് എന്ന കാര്യത്തിൽ ഉമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു, സഹാബത്ത് ഏകോപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ മൂന്നാമത്തെ ഒരു കൗല് പറയാതിരുന്നത്. ഒരു സംഗതി ഹലാലാണോ ഹറാമാണോ, സഹാബത്തിന് രണ്ട് അഭിപ്രായം, അല്ലെങ്കിൽ ഹലാലും ഹറാമുള്ള കാര്യത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു മറ്റൊരു അഭിപ്രായം, മൂന്ന് അഭിപ്രായം വരാൻ സാധ്യതയുള്ള ഒരു മസ്അല, ഹലാൽ ഹറാമിന്റെ കാര്യം തന്നെ ആവട്ടെ, ഒരു കാര്യം അത് ഹലാലാണോ ഹറാമാണോ മക്രൂഹാണോ എന്ന അഭിപ്രായമുണ്ട്, മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ സഹാബത്തിൽ ഇത് ഹലാൽ എന്ന് പറഞ്ഞവരുണ്ട്, ഹറാം എന്ന് പറഞ്ഞവരുണ്ട്. അതിന് എന്ത് മനസ്സിലാക്കാം? മക്രൂഹ് എന്നുള്ള അഭിപ്രായം ശരിയല്ല എന്നതിൽ അവർ ഏകോപിച്ചിരിക്കുന്നു. അപ്പോ ആ കൗല് അത് പറയൽ അനുവദനീയമല്ല. അതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഹാബത്തിനെ പിന്തുടരണം എന്ന് പറയുമ്പോൾ സഹാബത്തിന്റെ ഇൽമും അമലും അതിൽപ്പെട്ടു. ചില ആളുകൾ വാദിക്കാറുണ്ട്, സഹാബത്തിന്റെ ഫضل അവർ പറയും, സഹാബത്തിന്റെ മഹത്വം പറയും, അവരുടെ സീറ പറയും. പക്ഷെ അവർ പറയും ഇബാദത്തിന്റെ കാര്യത്തിലാണ് സഹാബത്ത് മാതൃകയായിട്ടുള്ളത്, സലഫുകൾ മാതൃകയായിട്ടുള്ളത്, അമലിന്റെ കാര്യത്തിലാണ്. ഇൽമിന്റെ കാര്യത്തിൽ നമുക്ക് നമ്മുടേതായ ഗവേഷണങ്ങൾ നടത്താം എന്ന് പറയുന്നവർ, അതും ബാത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ വേർതിരിച്ചിട്ടല്ല. ഖൈറു ഉമ്മത്തി ഖർനി, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് എന്റെ തലമുറയാണ്, സഹാബത്താണ്. അത് ഇൽമിന്റെ കാര്യത്തിൽ അവരെക്കാളും ഉത്തമരായിട്ടുള്ള ആളുകൾ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൽമിന്റെ കാര്യത്തിലും അമലിന്റെ കാര്യത്തിലും സഹാബത്താണ് നമുക്ക് മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ആദ്യകാലക്കാരായ മുഅ്മിനീങ്ങൾ, ഇസ്ലാമിലേക്ക് മുൻകടന്നവർ, സഹാബത്ത്, മുഹാജിറുകളും അൻസാറുകളും, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ നല്ല രൂപത്തിൽ ഇത്തിബാ ചെയ്തവർ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തി ആർക്കാണ്? മൂന്ന് വിഭാഗത്തിനേ ഉള്ളൂ. അൽ മുഹാജിറൂന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, മുഹാജിറുകളും അൻസാറുകളും, അവരെ നല്ല രൂപത്തിൽ പിന്തുടർന്ന അവരുടെ പിൻഗാമികൾ. ഈ രണ്ട് വിഭാഗത്തിനെ അള്ളാഹുവിന്റെ തൃപ്തിയുള്ളൂ. നമ്മളെന്തായാലും മുഹാജിറും അൻസാരിയും അല്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത അവസരം വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ പിന്തുടരുക എന്നത് മാത്രമാണ്. ഇതാണ് സലഫു സാലിഹ്യങ്ങളെ പിന്തുടരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അവർ പറയാത്ത ഒരു അഭിപ്രായം പറയാൻ നമുക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ ഇൽമിന്റെ കാര്യത്തിലും അമലിന്റെ കാര്യത്തിലും ആൾക്കാർ പറയും സഹാബത്ത് ധാരാളം ഇബാദത്തുകൾ ചെയ്തിരുന്നു, അത് മാതൃകയാണ്. പക്ഷെ അവരുടെ ഇൽമിൽ പോരായ്മകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ കിതാബ് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളുടെ വാദങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ റിസാല വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വസല്ലമ തസ്ലീമൻ കസീറൻ. അമ്മാ ബഅദ്. ഈ ഖുത്ബത്തുൽ ഹാജ കഴിഞ്ഞതിന് ശേഷം ഇബ്നു റജബ് പറയുകയാണ്, അമ്മാ ബഅദു ഫഹാദിഹി കലിമാത്തുൻ മുഖ്തസറ, ഏതാനും ചുരുങ്ങിയ വാക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫി മഅനൽ ഇൽമി വൻഖിസാമിഹി ഇലാ ഇൽമിൻ നാഫിഇൻ വഇൽമിൻ ഗൈരി നാഫിഇ. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ? അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വൻഖിസാമിഹി ഇലാ ഇൽമിൻ നാഫിഇൻ വഇൽമിൻ ഗൈരി നാഫിഇ. ഇൽമ് രണ്ട് വിധത്തിലുണ്ട്. നാഫി ആയ ഇൽമുണ്ട്, നാഫി അല്ലാത്ത ഇൽമുണ്ട്. അതെന്താണ് തമ്മിലുള്ള വ്യത്യാസം? വത്തൻബീഹു അലാ ഫദ്ലി ഇൽമി സലഫ് അലാ ഇൽമിൽ ഖലഫ്. ഇൽമിൽ തന്നെ ആളുകൾ പഠിക്കുന്ന പല ഇൽമുകളും ഉണ്ടാകും, പല രൂപത്തിലും പഠിക്കുന്നവരുണ്ടാകും. പക്ഷെ സലഫുകളുടെ ഇൽമിന്റെ മഹത്വം, അവർക്ക് ശേഷം വന്ന പിൻഗാമികളെക്കാളും സലഫുകൾക്കുള്ള മഹത്വം, അവരുടെ ഇൽമിനുള്ള മഹത്വം, ഇത്രയുമാണ് ഈ കിതാബിന്റെ ഉള്ളടക്കം. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ്? സലഫുകളുടെ ഇൽമിന്റെ പ്രത്യേകത എന്താണ്? ഈ മൂന്ന് കാര്യങ്ങളാണ് കിതാബിന്റെ ഉള്ളടക്കം. ഫനഖൂലു വബില്ലാഹിൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖദ് ദക്കറ അല്ലാഹു തആല ഫി കിതാബിഹി അൽ ഇൽം. അല്ലാഹു തആല ഖുർആനിൽ ഇൽമിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. താറത്തൻ ഫി മഖാമിൽ മദ്ഹ്, ചില സമയത്ത് പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മദ്ഹ് ചെയ്തുകൊണ്ട് ഇൽമിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വഹുവൽ ഇൽമുൻ നാഫി, അത് ഉപകാരപ്രദമായ ഇൽമാകുന്നു. വതാറത്തൻ ഫി മഖാമിൽ ദം, ചില സമയത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ആക്ഷേപിച്ചുകൊണ്ടും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇൽമ് എന്ന ഒരു വാക്കിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ആയത്തുകളും ഖുർആനിലുണ്ട്. വതാറതൻ ഫി മഖാമിദ് ദം വഹുവൽ ഇൽമു അല്ലദീ ലാ യൻഫ. ഈ ആക്ഷേപിച്ച് പറഞ്ഞത് എന്താണ്? ഉപകാരമില്ലാത്ത ഇൽമാണ്. അപ്പോൾ ഇൽമ് എന്നൊരു വാക്ക് ഖുർആനിൽ പുകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട്, ആക്ഷേപിച്ചും പറഞ്ഞിട്ടുണ്ട്. ഫഅമ്മൽ അവ്വൽ, പുകഴ്ത്തി പറഞ്ഞതിന്റെ ഉദാഹരണം ഫമിസ്ലു ഖൗലിഹി തആല ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിയപ്പെട്ട ആയത്താണ് ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമാകുമോ? ഈ ചോദ്യത്തെ ഇസ്തിഫാമുൻ ഇൻകാരി എന്ന് പറയും, നിഷേധാർത്ഥത്തിലുള്ള ചോദ്യം. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല എന്ന അർത്ഥം. വഖൗലുഹു, അതുപോലെ അല്ലാഹു തആല പറഞ്ഞു ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ഇല്ല എന്നത് അല്ലാഹു സാക്ഷിയാണ്, അതിന് മലായികത്ത് അതിന് സാക്ഷികളാണ്. വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, അഹ്ലുൽ ഇൽമ് പണ്ഡിതന്മാർ അതിന് സാക്ഷികളാണ്. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദ് അതിന്റെ സാക്ഷികളായിട്ട് അള്ളാഹു പറയുന്നത് 3 പേരാണ്. അള്ളാഹു, അവന്റെ മലക്കുകൾ, അതുപോലെ ഉലുൽ ഇൽം ഉലമാക്കൾ. ഇൽമിനെ പുകഴ്ത്തി. വഖൗലുഹു, അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖുർ റബ്ബി സിദ്നി ഇൽമ, റബ്ബേ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. വഖൗലുഹു ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹു തആലയെ അവന്റെ അടിമകളിൽ ഉലമാക്കൾ മാത്രമേ ഭയപ്പെടുകയുള്ളൂ, ഖശിയത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഖശിയത്ത് എന്ന് പറയുന്നത് അത് ഉലമാക്കളുടെ സിഫത്താണ്. അതുകൊണ്ട് ചില മുൻഗാമികൾ പറഞ്ഞിട്ട് കാണാം, ഇബ്നു റജബ് ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നമൽ ഇൽമു അൽ ഖശിയ, ഇൽമു എന്ന് പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഖശിയത്ത് എന്ന് പറയുന്നത് ഖൗഫിനേക്കാൾ വലുതാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, എല്ലാ ഭയത്തിനും പേടിക്കും ഖൗഫ് എന്ന് അറബിയിൽ പറയും. പക്ഷെ ഖശിയത്ത് എന്നുള്ള വാക്ക് അത് ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയത്തിനാണ് ഖശിയത്ത് എന്ന് ഉപയോഗിക്കുക. വമാ ഖസ്സ സുബ്ഹാനഹു മിൻ ഖിസ്സത്തി ആദം വതഅലീമിഹി അൽഅസ്മാ വഅർദിഹിം അലൽ മലായിക വഖൗലിഹിം സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇതെല്ലാം അദ്ദേഹം ഇൽമിന്റെ ഫضل ഖുർആനിൽ വന്നത് എടുത്ത് പറയുകയാണ്. ആദം അലൈഹിസ്സലാമിന്റെ കഥ. ആദം അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമ പഠിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇൽമിന്റെ കാരണത്താൽ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു ആദം നബി അലൈഹിസ്സലാം. വമാ ഖസ്സഹു സുബ്ഹാനഹു വ തആല മിൻ ഖിസ്സത്തി മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിന്റെ കഥ. വഖൗലിഹി ലിൽ ഖദിർ, ഖദിർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമുമായി ഉണ്ടായ ആ സംഭവം അത് ഖുർആനിൽ അല്ലാഹു തആല ഇൽമിന്റെ ഫضل പഠിപ്പിക്കാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് പറഞ്ഞത് ഖദിറിനോട്? ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ. നബിയായ റസൂലായ കലീമുല്ലാഹ്, അല്ലാഹു നേരിട്ട് സംസാരിച്ചവനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദിർ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഹൽ അത്തബിഉക, ഞാൻ നിന്നെ പിന്തുടരട്ടെയോ? അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ, അല്ലാഹു താങ്കൾക്ക് നൽകിയ ഇൽമ് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അപ്പൊ ഈ നബി എന്ത് ചെയ്യുന്നു? ഇൽമിനു വേണ്ടി യാത്ര ചെയ്യുന്നു. ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ, ഈ യാത്ര കാരണം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ദീർഘമായ യാത്ര ഒരു നബി ഇൽമിനു വേണ്ടി ചെയ്തത് അല്ലാഹു തആല എടുത്തു പറഞ്ഞിരിക്കുന്നു. ഫഹാദാ ഹുവൽ ഇൽമുൻ നാഫിഅ, ഇത് നാഫിആയ ഇൽമിനെ കുറിച്ചാണ് ഈ പറഞ്ഞതെല്ലാം. വഖദ് അഖ്ബറ അൻ ഖൗം, ഇതേ സമയം വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊതു ഇൽമൻ വലം യൻഫഅഹും ഇൽമുഹും, അവർക്ക് ഇൽമുണ്ട് പക്ഷെ ആ ഇൽമു കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ടായില്ല. ഫഹാദാ ഇൽമുൻ നാഫിഉൻ ഫി നഫ്സിഹി, ഇത് നാഫിആയ ഇൽമാണ്. പക്ഷേ ലാകിന്ന സാഹിബഹു ലം യൻതഫിഅ ബിഹി, ആ ഇൽമിന്റെ ഉടമ അതുകൊണ്ട് പ്രയോജനം നേടിയില്ല. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ, തൗറാത്ത് നൽകപ്പെടുകയും പിന്നീട് അത് വഹിക്കാതിരിക്കുകയും ചെയ്തവർ, അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാതിരുന്നവർ, കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. എന്താണ് കഴുത? ഗ്രന്ഥം ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞാൽ കഴുതയുടെ പുറത്ത് എത്ര കിതാബുകൾ നമ്മൾ അടുക്കി വെച്ചാലും അതിന്റെ ഉള്ളടക്കം എന്താണ്, അതിലെന്താണെന്നുള്ളത് കഴുതക്കറിയില്ല. ഇതേ അവസ്ഥയാണ് അമൽ ചെയ്യാത്ത ഒരാൾക്ക്. അല്ലാഹു തആല ഇൽമുള്ള ഒരു വിഭാഗം ആളുകൾ, ഈ ആയത്തിൽ അല്ലാഹു ആക്ഷേപിക്കുന്നത് ആരെയാണെന്ന് ആലോചിച്ച് നോക്കൂ. തൗറാത്ത് പഠിച്ച ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ആളുകളെയാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ള ആളുകളെയാണ് അല്ലാഹു തആല കമസലിൽ ഹിമാർ എന്ന് പറയുന്നത്. അപ്പോ നാഫി അല്ലാത്ത ഇൽമ് അതിനെ അല്ലാഹുവോട് ആക്ഷേപിച്ചിരിക്കുകയാണ്. വഖാല, അല്ലാഹു തആല പറഞ്ഞു, വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ, ഒരാളുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബനൂ ഇസ്രായേൽപ്പെട്ട ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് വലിയ ആലിമായിരുന്നു,
വലിയ ആലിമും ആബിദുമായിരുന്നു, ജനങ്ങൾക്ക് മാതൃകയായ ഒരു വ്യക്തിയായിരുന്നു. ദീർഘകാലം ഇത്ര വർഷം അദ്ദേഹം ഒരു മാസിയത്തും ചെയ്തിട്ടില്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഇങ്ങനെയുള്ള ബനു ഇസ്രായേൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ. ഫൻസലഖ മിൻഹ, പിന്നീട് ഈ ആയത്തുകളിൽ നിന്ന് ഊരിപ്പോയി, അഥവാ ഈ ആയത്തുകൾ അനുസരിച്ച് അമൽ ചെയ്യുന്നത് നിർത്തി അദ്ദേഹത്തിന്റെ ഷഹവാത്തുകളുടെ പിന്നാലെ പോയി. ഫഅത്ബഅഹു ശൈത്താൻ, അങ്ങനെ ശൈത്താൻ അവനെ പിന്തുടർന്നു. ഫകാന മിനൽ ഗാവീൻ, അവൻ വഴിപിഴച്ചു പോയി. വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നൽകിയ ഇൽമു കൊണ്ട് അദ്ദേഹത്തെ, ഈ വ്യക്തിയെ ഞാൻ ഉയർത്തുമായിരുന്നു. അപ്പൊ ഇൽമു കൊണ്ടുള്ള റിഫഅത്ത്, ഉയർച്ച എന്ന് പറഞ്ഞാൽ ഇൽമു കൊണ്ട് അമൽ ചെയ്യുക എന്നുള്ളതാണ്. അമൽ ചെയ്യാത്തപ്പോൾ അള്ളാഹു പറയാണ് വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ, ഇൽമു കൊണ്ട് ഞാൻ ഇയാൾക്ക് ഉയർച്ച നൽകുമായിരുന്നു. വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്, പക്ഷേ അയാൾ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി എന്ന് പറഞ്ഞാൽ ഭൗതികമായ താല്പര്യങ്ങൾ, ദുനിയാവിന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോയി. വത്തബഅ ഹവാഹു, സ്വന്തം ഹവയെ പിന്തുടർന്നു. അപ്പൊ ഇവിടെ ഒരു വലിയ മഹാപണ്ഡിതനെയാണ് അല്ലാഹു തആല ആക്ഷേപിക്കുന്നത്. എന്നിട്ട് ഇയാളുടെ ഉപമ പറഞ്ഞത് എന്താണ്? മസലുഹു കമസലിൽ കൽബ്, നായെ പോലെയാണ് എന്നാണ് പിന്നീട് പറഞ്ഞത്. നമുക്കറിയാം. വഖാല തആല ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അമ്പിയാക്കൾക്ക് ശേഷം അവർ അടുത്ത തലമുറകൾ വരും. വരിസുൽ കിതാബ്, അങ്ങനെ അവർ വേദഗ്രന്ഥം അനന്തരമെടുത്തു, അമ്പിയാക്കളുടെ അടുത്ത് നിന്ന് കൈമാറി കിട്ടി. യഖുദൂന അറദ ഹാദൽ അദ്നാ, അവർ ദുനിയാവിന്റെ നിസ്സാരമായ വിഭവങ്ങൾ സ്വീകരിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അഥവാ മാസിയത്തുകൾ ചെയ്തുകൊണ്ട് ദുനിയാവ് സമ്പാദിക്കുന്നു. കിതാബിൽ പറയുന്നതിനെതിരായി ഒരു വരുമാന മാർഗം കണ്ടാൽ ആ ഇൽമ അവർ മൂടി വെച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി അവർ ഹറാമുകൾ ചെയ്യുന്നു. യഖൂലൂന സയുഗ്ഫറു ലനാ, അവർ പറയും അള്ളാഹു പുറത്തു തരും. നോക്കൂ നിങ്ങൾ, അവർക്ക് ഇൽമൊരു ഫിത്നയായി. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് അവർക്കറിയാം, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അപ്പൊ ഹറാമുകൾ അവർ ചെയ്യും, ഹറാമുകൾ ചെയ്യും, എന്നിട്ട് സയുഗ്ഫറു ലനാ എന്ന് പറയും. നിർബന്ധ സാഹചര്യങ്ങളിലോ ദറൂറത്തിലായി മുൽത്തറായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അവര് ദുനിയാവിന്റെ വിഭവങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി ഹറാമുകൾ ചെയ്യും. അവർ പറയുന്നത് ഇപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നു, അള്ളാഹു നമുക്കത് പുറത്തു തന്നോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലെ അവസരം കിട്ടിയ വീണ്ടും ചെയ്യും, ഇതേ ഹറാമോ അല്ലെങ്കിൽ മറ്റൊരു ഹറാമോ ചെയ്യാൻ. അങ്ങനെ അവർ തുടർന്ന് ഹറാമുകൾ മുഴുകി. അലം യുഖദ് അലൈഹിം മീസാഖുൽ കിതാബി അല്ലാ യഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അവരിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടില്ലേ അള്ളാഹുവിനെ കുറിച്ച് ഹക്കല്ലാതെ പറയരുത് എന്ന്. ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് എന്താണ്? അവർ ഹറാമ് ചെയ്യുമെന്ന് മാത്രമല്ല, പിന്നെ ആ ഹറാമ് അവർ ഹലാലാക്കും. അതുകൊണ്ടാണ് അല്ലാ യഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ച് ഹക്കല്ലാതെ പറയരുത് എന്ന് അവരിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നത്. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇൽമ് പഠിക്കുന്ന ആളുകൾ, തുല്ലാബുൽ ഇൽമായിട്ടുള്ള ആളുകൾ ഹറാമ് ചെയ്യുന്നത് കൂടുതൽ അപകടമാണ്. കാരണം എന്താണ്? ആ ഹറാമ് ഹലാലാക്കാനുള്ള ഒരു പ്രേരണ അവരുടെ മനസ്സിലുണ്ടാവും. കാരണം ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വൈരുദ്ധ്യം, തനാഖും. എന്റെ വാക്കും പ്രവൃത്തിയും രണ്ട് വഴിക്ക് പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല, ആരും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് യുക്തിവാദികൾ പെരുകുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ഹറാമുകളെല്ലാം ചെയ്യണം. അപ്പോൾ ഒരു മനസ്സാക്ഷിക്കുത്തുണ്ടാവും ഹറാമ് ചെയ്യുമ്പോൾ. അപ്പൊ ആ മനസ്സാക്ഷിക്കുത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നിരീശ്വരവാദി, യുക്തിവാദിയല്ല, തെറ്റി പറഞ്ഞതാണ്, നിരീശ്വരവാദികൾ, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ, മതനിഷേധികൾ. യുക്തിവാദം എന്ന് പറഞ്ഞാൽ യുക്തി വേണം. യഥാർത്ഥ യുക്തിവാദം ഇസ്ലാമാണ്, യുക്തിയുള്ള ദീൻ ഇസ്ലാമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിഷേധിയാവുന്ന എന്തുകൊണ്ടാണ്? ഈ ഹറാമുകൾ മനസാക്ഷിക്കുത്തില്ലാതെ ചെയ്യണം. ഒരു വൈരുദ്ധ്യം തന്നെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്റെ വാക്കും പ്രവൃത്തി ഒരുപോലെ ആകണം. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യണം? നന്മ, ഹൈറ് അത് പറയുകയും പ്രവർത്തിക്കുകയും വേണം. പ്രയാസമാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഇതാണ്. എല്ലാം അനുവദനീയമായി കാണുന്ന ഇബാഹിയത്ത്, ഇബാഹ മാത്രമേ ഉള്ളൂ, അനുവദനീയം, ഒരു തെറ്റുമില്ല. അങ്ങനെയുള്ള വാദങ്ങൾ അവർ പറയാൻ തുടങ്ങും. അപ്പൊ ഇതുപോലെ ആയിരിക്കും ദീനുള്ള ആളുകൾ ഹറാമുകൾ ചെയ്താൽ അവർ പതുക്കെ അത് ദീനിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിക്കും. വദറസു മാ ഫീഹി, കിതാബ് അവർ പഠിച്ചിട്ടില്ലേ? വദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ, ആഖിറത്താകുന്നു തഖ്വയുള്ളവർക്ക് കൂടുതൽ നല്ല സങ്കേതം. ദുനിയാവിലെ ഈ വിഭവങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിൽ കൈകടത്താതെ സബറോടുകൂടി ജീവിച്ചാൽ, ദുനിയാവിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചാൽ അവർക്ക് ആഖിറത്തിൽ വിജയമുണ്ടാകും. അപ്പൊ ഈ ആയത്തിലും അള്ളാഹു ആക്ഷേപിക്കുന്നത് ആരെയാണ്? വാരിസുൽ കിതാബ്, വേദഗ്രന്ഥം അനന്തരമെടുത്ത ആളുകൾ എന്ന് പറയുന്നത് ഉലമാക്കളാണ്. ഉലമാക്കളെയാണ് അള്ളാഹു ഈ ആയത്തിലും കുറ്റം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദല്ലഹുല്ലാഹു അലാ ഇൽം എന്നൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെ കുറിച്ചാണ്? സൂറത്ത് ജാസിയയിലല്ലേ? അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു അദല്ലഹുല്ലാഹു അലാ ഇൽം, തന്റെ ഹവയെ ഇലാഹാക്കിയവൻ ഹവക്ക് തോന്നുന്നതെല്ലാം ചെയ്യും. ഹവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവന്റെ ശിർക്കും തൗഹീദും പോലും. അവന് ഇബാദത്ത് ചെയ്യുന്നത് പോലും അവന് തോന്നിയ വസ്തുക്കളെ ആയിരിക്കും. മുൻഗാമികൾ സഹാബത്ത് പറഞ്ഞത് കാണാം. ജാഹിലിയത്തിൽ ഒരു കല്ല് കണ്ടാൽ ആ കല്ലിനെ ആരാധിക്കും. പിന്നെ അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഒരു കല്ല് കണ്ടാൽ ഈ കല്ലിട്ടിട്ട് അടുത്ത കല്ലെടുക്കും.
അവരുടെ ഇബാദത്ത് മുതൽ എല്ലാ കാര്യങ്ങളും ഹവയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അദല്ലഹു അല്ലാഹു അലാ ഇൽം, ഇൽം ഉണ്ടായിട്ടും അല്ലാഹു അവനെ പിഴപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല ആയത്തുകളിലും ഇൽമിനെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ട്, ഇൽമുള്ള ആളുകളെ ആക്ഷേപിച്ചിട്ടുണ്ട്. രണ്ടും കാണാൻ സാധിക്കും. എന്നിട്ട് ശൈഖ് വിശദീകരിക്കണം, ഇബ്നു റജബ് റഹിമഹുല്ലാഹ്, എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ഇൽമിനെ പുകഴ്ത്തി പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ആക്ഷേപിച്ചു പറഞ്ഞു. അമ്മൽ ഇൽമു അല്ലദീ ദക്കറഹു അല്ലാഹു തആല അലാ ജിഹത്തി ദമ്മി ലഹു, അല്ലാഹു ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള ഇൽമ്, അഥവാ ഇനി മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാണ്. ഒന്നാമത്തേത് അല്ലാഹു പുകഴ്ത്തിയ ഇൽമ്, രണ്ടാമത്തേത് ഇൽമുള്ള ചില ആളുകൾ അല്ലാഹു ആക്ഷേപിച്ചു. അവരുടെ അടുത്തുള്ള ഇൽമ് നല്ലതാണ്, ആ ഇൽമിനെ പുകഴ്ത്തുകയും ചെയ്തു, അതിന്റെ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്തു. ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ എന്താണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ വരിസുൽ കിതാബ്, അവർ കിതാബ് അനന്തരമെടുത്തവരാണ്. അപ്പൊ കിതാബിനെ കുറ്റം പറഞ്ഞിട്ടില്ല, അമ്പിയാക്കളുടെ കിതാബാണ്, പക്ഷെ അവരെ ആക്ഷേപിച്ചു. ഇനി മൂന്നാമത്തേത് അൽ ഇൽമു അല്ലദീ ദക്കറഹു അല്ലാഹു തആല അലാ ജിഹത്തി ദമ്മി ലഹു, ഇൽമിനെ തന്നെ അല്ലാഹു ആക്ഷേപിച്ചിട്ടുണ്ട്, ചില ഇൽമുകളെ. ഫഖൗലുഹു ഫി സിഹ്ർ, ഉദാഹരണത്തിന് സിഹറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്, വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും, അവർ പഠിക്കുന്നത് മാ യദുർറുഹും, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്, വലാ യൻഫഉഹും, അവർക്ക് ഉപകരിക്കുകയില്ല. വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്കറിയാം ആരാണോ സിഹർ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത്, അവർക്ക് ആഖിറത്തിൽ യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. അപ്പൊ ഇവിടെ സിഹർ എന്ന് പറഞ്ഞ ഇൽമിനെ യതഅല്ലമൂൻ എന്നാണ് പറഞ്ഞത്, അവർ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇൽമ് ആണ്, ഇൽമു സിഹർ എന്ന് പറയുന്ന ഇൽമിനെ അല്ലാഹു ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നു. വഖൗലുഹു, അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, ഫലമ്മ ജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാതി ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽം, മുൻഗാമികളായ സമുദായങ്ങളെ കുറിച്ച് പറയുകയാണ്. അമ്പിയാക്കൾ വന്നപ്പോൾ അവർ അവരുടെ കയ്യിലുള്ള ഇൽമിൽ മതിമറന്നു. അമ്പിയാക്കൾ തൗഹീദിലേക്ക് അതുപോലെ തന്നെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ ഫരിഹു ബിമാ ഇൻദഹും മിനൽ ഇൽം, അവരുടെ കയ്യിൽ കുറെ ഇൽമുണ്ട്, അവരുടെ പൂർവികരിൽ നിന്ന് അവർക്ക് കൈമാറി കിട്ടിയ ഇൽമ്, നിങ്ങളെക്കാൾ അറിവുള്ളവരാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് അമ്പിയാക്കളെ അവർ നിഷേധിച്ചു. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹജിഊൻ, അത് ഫലമായി അവർ പരിഹസിച്ചിരുന്ന കാര്യം അഥവാ അല്ലാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നെത്തി. വഖൗലുഹു തആല, അല്ലാഹു തആല മറ്റൊരായത്തിൽ പറഞ്ഞു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, ദുനിയാവിന്റെ ബാഹ്യമായ കാര്യങ്ങൾ അവർക്കറിയാം, ആഖിറത്തിനെ കുറിച്ച് അവർ ഗഫലത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടരെ കുറിച്ച് അല്ലാഹു ആക്ഷേപിച്ചു. ഇൽമുള്ള ഒരു വിഭാഗമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നത് കാണാം, ദുനിയാവിനെ കുറിച്ച് ആഴത്തിലുള്ള അറിവും ദീനിനെ കുറിച്ചുള്ള ഗഫലത്തുമുള്ള ആളുകളെയാണ് ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ, അവര് നാണയം അവരുടെ കയ്യിൽ വെച്ച് നഖത്തിന്റെ മുകളിൽ വെച്ച് ആ നാണയത്തിന്റെ ഗുണവും ന്യൂനതയും അവർ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വെള്ളിയും സ്വർണവുമാണ് നാണയങ്ങൾ. ഇത് തുലാസിലിട്ട് തൂക്കി നോക്കി, അതുപോലെ തന്നെ മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശോധിച്ചിട്ടാണ് ഇത് നല്ലതാണോ കലർപ്പുള്ള മായമുള്ളതാണോ തിരിച്ചറിയുന്നത്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, അവർ കയ്യിൽ പിടിച്ചിട്ട് ഇത് നല്ല നാണയമാണോ അതോ മായമുള്ളതാണോ എന്ന് കണ്ടുപിടിക്കും. അത്രയും വിദഗ്ധന്മാരാണ്. പക്ഷെ ആഖിറത്തിനെ കുറിച്ച് യാതൊരു ഓർമ്മയും അറിവും അവർക്കുണ്ടാവുകയില്ല. അപ്പൊ ഈ ആയത്തുകളിലൊക്കെ ചില ഇൽമുകൾ അല്ലാഹു ആക്ഷേപിച്ചിരിക്കും. അപ്പൊ ഈ മൂന്ന് തരത്തിലുണ്ട് ഇൽമ് എന്നർത്ഥം. സിഹർ പോലെ, അതുപോലെ ദീനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ദുനിയവിയായ ഇൽമുകൾ, അതിനെയും മദ്മൂമായ ഇൽമിന്റെ കൂട്ടത്തിലാണ് ഇവിടെ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് എണ്ണിയിട്ടുള്ളത്. വലദാലിക ജാഅത്ത് സുന്നത്തു ബിത്തഖ്സീമിൽ ഇൽമി ഇലാ ഇൽമിൻ നാഫിഇൻ വഇലാ ഗൈരി നാഫി, അതുകൊണ്ട് തന്നെ സുന്നത്തിൽ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം. ഇൽമുൻ നാഫി, ഇൽമുൻ ഗൈർ നാഫി എന്ന് ഹദീസുകൾ കാണാം. ഏതാണ് നാഫി ആയിട്ടുള്ളത്? ആദ്യം പറഞ്ഞ ഇൽമ്, അമലോട് കൂടിയുള്ള ഇൽമ്, ശരിയായ ഖുർആന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇൽമ്. രണ്ടാമത്തേത് ഗൈർ നാഫി ആയിട്ടുള്ള ഇൽമ്. അതിനെ രണ്ടായി വേർതിരിക്കാം. ഒന്ന്, അത് സ്വന്തത്തിൽ നല്ലതാണ്, ആ ഇൽമ് നല്ലതാണ്, പക്ഷെ അമൽ ചെയ്യാത്തത് കൊണ്ട് അത് ഗൈർ നാഫി ആയിപ്പോയി. രണ്ടാമത്തേത് ആ ഇൽമ് തന്നെ നാഫി അല്ല, സിഹർ പോലെയുള്ള ഇൽമ് അത് തന്നെ നാഫി അല്ല. വലിസ്തിആദതു മിനൽ ഇൽമി അല്ലദീ ലാ യൻഫഅ വസുആലുൽ ഇൽമി നാഫി, ഹദീസിൽ രണ്ട് തരം ഇൽമിനെ കുറിച്ച് പറയുകയും അതിലൊന്ന് അല്ലാഹുവിനോട് ചോദിക്കാൻ പഠിപ്പിക്കുകയും മറ്റേതിൽ നിന്ന് കാവൽ തേടാൻ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫഫി സഹീഹി മുസ്ലിം അൻ സയ്യിദ് ഇബ്നു അർഖം അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ ഉപകരിക്കാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശ, ഖുശൂഅ് ഇല്ലാത്ത ഖൽബിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബ, ആർത്തി മാറാത്ത മനസ്സിൽ നിന്ന്, ആർത്തി മാറാത്ത സ്വഭാവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഈ പറഞ്ഞ 4 കാര്യങ്ങളെക്കുറിച്ച്, ഈ ഹദീസിനെ കുറിച്ച് ഈ കിതാബിൽ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. വഖറജു അഹ്ലു സുനൻ മിൻ വുജൂഹിൻ മുതഅദ്ദിദത്തിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫി ബഅദിഹാ വമിൻ ദുആഇൻ ലാ യുസ്മഅ. ഈ ഹദീസിന്റെ ചെറിയ പദവ്യത്യാസങ്ങളോട് കൂടി വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്.
وخرج النسائي من حديث جابر أن النبي صلى الله عليه وسلم كان يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, اللهم إني أسألك علما نافعا وأعوذ بك من علم لا ينفع. അല്ലാഹുവേ, നാഫിആയ ഉപകാരമുള്ള ഇൽമ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. وخرجه الترمذي من حديث أبي هريرة أن النبي صلى الله عليه وسلم كان يقول اللهم انفعني بما علمتني. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ എനിക്ക് നീ ഉപകാരം നൽകണേ, ബിമാ അല്ലംതനി, എനിക്ക് നീ നൽകിയ ഇൽമു കൊണ്ട്. എനിക്ക് നീ ഇൽമു തന്നിട്ടുണ്ട്, ഖുർആൻ തന്നിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇൻഫഅനി, എനിക്ക് ഉപകാരം ഉണ്ടാക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ ഇൽമൊക്കെ നാഫിയായ ഇൽമാണെന്നതിൽ തർക്കമില്ല. പക്ഷെ ആ ഇൽമു കൊണ്ട് ഉപകാരം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വർസുഖ്നി ഇൽമൻ തൻഫഉനി ബിഹി, അതുപോലെ ഉപകാരമുള്ള ഇൽമു എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം. وخرج أبو نعيم من حديث أنس أن النبي صلى الله عليه وسلم كان يقول اللهم إنا نسألك إيمانا دائما. മറ്റൊരു ദുആ, അല്ലാഹുവേ സ്ഥിരമായ ഈമാൻ, ഒരിക്കലും കുറഞ്ഞു പോകാത്ത ഈമാൻ. ഫറുബ്ബ ഈമാനിൻ ഗൈരി ദായിം, എത്ര പേർക്കാണ് സ്ഥിരതയില്ലാത്ത ഈമാനുള്ളത്? എത്രയോ ഈമാനുണ്ട് സ്ഥിരതയില്ലാത്തതായിട്ട്. അപ്പൊ പലർക്കും ഈമാനിൽ സ്ഥിരതയില്ല. ഈമാൻ ഉറക്കാത്ത ആളുകൾ കുറേയുണ്ട്. ഈമാൻ ഉണ്ടാകും, പക്ഷെ അതിൽ സ്ഥിരത ഉണ്ടാവുകയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ആക്കരുത്, സ്ഥിരമായ ഈമാൻ നൽകണം. വസ്അലുക ഇൽമൻ നാഫിഅൻ ഫറുബ്ബ ഇൽമിൻ ഗൈരി നാഫി, എനിക്ക് നാഫിആയ ഇൽമു തരണം, ഉപകാരമില്ലാത്ത എത്രയോ ഇൽമുണ്ട്. وخرج أبو داود من حديث بريدة عن النبي صلى الله عليه وسلم قال إن من البيان سحرا, ചില ആളുകളുടെ സംസാരം സിഹറായിരിക്കും. وإن من العلم جهلا, അതുപോലെ ചില ഇൽമ് ജഹലായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണം ഇത് ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് പറയാം. وإن صعصعة بن سوحان فسر قوله. صعصعة بن سوحان رحمه الله ഈ വാക്ക് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന മിനൽ ഇൽമി ജഹല എന്ന് പറഞ്ഞാൽ ചില ഇൽമുകൾ ജഹലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അൻ യതകല്ലഫൽ ആലിമു ഇലാ ഇൽമിഹി മാ ലാ യഅലമു ഫയുജഹിലുഹു ദാലിക്. അഥവാ ഇൽമുള്ള ഒരാൾ തന്നെ തനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് അതിൽ മുഴുകി, അങ്ങനെ അവനെ ആളുകൾ ജാഹിൽ എന്ന് വിളിക്കും. അപ്പോൾ ഇൽമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. വയുഫസ്സറു അയ്ളൻ, പക്ഷെ ഇതിന്റെ മറ്റൊരു വ്യാഖ്യാനമുള്ളത്, അതാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് ഈ കിതാബിൽ. അതെന്താണ്? അന്നൽ ഇൽമ അല്ലദീ യദുറു വലാ യൻഫഅ ജഹൽ, ഉപകാരമില്ലാത്ത ഇൽമ്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇൽമ് അത് ജഹലാണ്. ലിഅന്നൽ ജഹല ബിഹി ഖൈറുൻ മിനൽ ഇൽമി ബിഹി, കാരണം അങ്ങനെയുള്ള ഇൽമ് അതറിയാതിരിക്കുന്നതാണ് നല്ലത്. ഫഇദാ കാന ജഹലു ബിഹി ഖൈറൻ മിൻഹു ഫഹുവ ശർറുൻ മിനൽ ജഹൽ വഹാദാ കസ്സിഹ്രി വഗൈരിഹി. രണ്ടാമത്തേതല്ല, മൂന്നാമത്തെ ഇൽമ്, സിഹർ പോലെയുള്ള ഇൽമുകൾ, അത് അറിയാതിരിക്കുന്നതാണ് അറിയുന്നതിനേക്കാൾ നല്ലത്. من العلوم المضرة في الدين أو في الدنيا. وقد روي عن النبي صلى الله عليه وسلم تفسير بعض العلوم التي لا تنفع. ഇങ്ങനെ ഉപകാരമില്ലാത്ത ഇൽമു എന്ന് പറഞ്ഞ ചില ഇൽമുകളെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. ഫഫി മറാസിൽ അബി ദാവൂദ് അൻ സയ്യിദ് ബിൻ അസ്ലമ ഖാല ഖീല യാ റസൂലല്ലാഹ് മാ അലമ ഫുലാനൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, ഇന്ന മനുഷ്യൻ, ഇന്നാലിന വ്യക്തി എത്ര ഇൽമുള്ള ആളാണ്. ഖാല ബിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് ഇൽമാണ് അദ്ദേഹത്തിനുള്ളത്? ഖാലു ബി അൻസാബിൻ നാസ്. ബി അൻസാബിൻ നാസ്, ജനങ്ങളുടെ നസബ്, കുടുംബ പരമ്പര. അറബികളുടെ അടുത്തുള്ള വലിയ ഇൽമായിരുന്നു. അറബികളുടെ ഇൽമ്, ഉലൂമുൽ അറബ് എന്ന് പറയുന്നതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൽമാണ് അൻസാബ് എന്ന് പറയുന്നത്, കുടുംബ പരമ്പര. 20-ാമത്തെയും 30-ാമത്തെയും ഒക്കെ പൂർവികൻ ആരാണ് എന്നവർക്കറിയും. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ കുടുംബത്തിന്റെ പരമ്പരകൾ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ട്, ഏതൊക്കെ നാട്ടിലേക്ക് അവർ പോയിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്, ഇതൊക്കെ അറിയുന്നയാളാണ്. ഖാല ഇൽമുൻ ലാ യൻഫഅ വജഹാലത്തുൻ ലാ തദുർ, ഉപകാരമില്ലാത്ത ഇൽമാണ്, അതുകൊണ്ട് ആ കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ലാ തദുർ, ഉപദ്രവം ഇല്ലതാണ്. وخرجه أبو نعيم في كتاب رياض المتعلمين من حديث بقية عن ابن جريج عن عطاء عن أبي هريرة مرفوعا وفيه إنهم قالوا أعلم الناس بأنساب العرب وأعلم الناس بالشعر وبما اختلفت فيه العرب. മറ്റൊരു റിവായത്തിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ നസബ് അറിയുന്നയാളാണ്, ഏറ്റവും കൂടുതൽ ഷിഅർ, കവിത അറിയുന്നയാളാണ്, അതുപോലെ അറബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ, ഭാഷയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നയാളാണ്. ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഈ മറ്റേ റിവായത്തിലുള്ളത്. അവിടുന്ന് പറഞ്ഞു, അൽ ഇൽമു സലാസ, ഇൽമ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. മാ ഖലാഹുന്ന ഫഹുവ ഫദ്ൽ, ബാക്കിയുള്ളതൊക്കെ അധികപ്പറ്റാണ്, വലിയ ഉപകാരമില്ല. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ആയത്തുൻ മുഹ്കമ, മുഹ്കമായ ആയത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ. ഔ സുന്നത്തുൻ ഖായിമ, സുന്നത്ത് ഹദീസ്. ഔ ഫരീദത്തുൻ ആദില,
അനന്തര സ്വത്തിനെ കുറിച്ചുള്ള അറിവ്, അനന്തരാവകാശം വീതിക്കുന്നതിനെ കുറിച്ചുള്ള ഇൽമുൽ ഫറായിദ്. വഹാദൽ ഇസ്നാദു ലാ യസിഹ്, ഈ പറഞ്ഞ ഹദീസ് ദഈഫാണ്. പക്ഷേ وبقية دلسه عن غير ثقة. وآخر الحديث خرجه أبو داود وابن ماجه من حديث عبد الله بن عمرو بن عاصم مرفوعا. അഥവാ അവസാനം പറഞ്ഞ ഭാഗം അൽ ഇൽമു സലാസ എന്ന് പറഞ്ഞത് അത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിവായത്തിലൂടെ വന്നിട്ടുണ്ട്. അതും ദഈഫാണ്. പക്ഷേ ഇതിന്റെ ആശയം ശരിയാണ്. ഈ പറഞ്ഞ ആശയം അൽ ഇൽമു സലാസ എന്ന് പറഞ്ഞത് ശരിയാണ്. ഖുർആനും സുന്നത്തും ഫറായിദും അഥവാ അമൽ ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഇൽമ്, അതാണ് ഇൽമ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിനെ അപേക്ഷിച്ച് അധികപ്പറ്റാണ്, അപ്രസക്തമാണ്. അപ്പൊ ഇവിടെ ഇബ്നു റഹിമഹുല്ലാഹ് ഇത്രയും നമ്മൾ വായിച്ചതിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഇൽമ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഒന്ന് നാഫിയായ ഇൽമ്, രണ്ടാമത്തേത് ഗൈറു നാഫിയായ ഇൽമ്. അതിനെ 2ആയി വേർതിരിക്കാം. ഇപ്പോഴാണ് 3 ആകുന്നത്. രണ്ടാമത്തേത് 2ആയി വേർതിരിക്കാം. ഒന്ന് അത് സ്വന്തം നിലക്ക് നാഫിയാണ്, പക്ഷെ അമൽ ചെയ്യപ്പെടാത്ത അവസ്ഥയിലാണുള്ളത്. മൂന്നാമത്തേത് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ തരം ഇൽമിന്റെ രണ്ടാമത്തെ ഇനം എന്താണ്? ഉപദ്രവകാരികളായ ഇൽമ്, സിഹ്ർ പോലെയുള്ള ഇൽമ്. ഇനി അദ്ദേഹം ഉപകാരമില്ലാത്ത ഇൽമ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി വിശദീകരിക്കുന്നു. വഖദ് വറദൽ അംറു ബി അൻ യുതഅല്ലമ മിനൽ അൻസാബി മാ തൂസലു ബിഹിൽ അർഹാം. കുടുംബ പരമ്പരയെ കുറിച്ചുള്ള ഇൽമുൽ അൻസാബ് അതിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് നേരത്തെ ഹദീസ് പറഞ്ഞത്. ഹദീസ് ദഈഫാണെങ്കിലും അതിന്റെ ആശയം ശരിയാണ് എന്ന് പറഞ്ഞു ഇബ്നു റജബ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഇവിടെ ഒരു കാര്യം വിശദീകരിക്കുകയാണ്. ഇത് പൂർണ്ണമായും നിരുപാധികം ആക്ഷേപിക്കപ്പെട്ട കാര്യമല്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് അൻ യുതഅല്ലമ മിനൽ അൻസാബ്, കുടുംബ പരമ്പരയെ കുറിച്ച് പഠിക്കാൻ. മാ തൂസലു ബിഹിൽ അർഹാം, എത്ര അളവ്? രക്തബന്ധം ചേർക്കാനുള്ള അത്രയും. നമുക്ക് നിർബന്ധമായും രക്തബന്ധം, നമ്മുടെ കുടുംബബന്ധം ചേർക്കേണ്ടവരായ കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അവരാരൊക്കെയാണെന്ന് അറിയാൻ നമ്മുടെ പരമ്പര നമുക്കറിയണം. അതിനുവേണ്ടി എത്ര അളവിൽ പഠിക്കണോ അത്രയും പഠിക്കൽ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്, നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. من حديث أبي هريرة عن النبي صلى الله عليه وسلم قال تعلموا من أنسابكم, നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരമ്പര പഠിക്കണം. മാ തസ്ലൂന ബിഹി അർഹാമക്കും, രക്തബന്ധം ചേർക്കാൻ കഴിയുന്നത്രയും. ഇമാം അഹ്മദും തിർമിദിയും റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതുപോലെ തന്നെ മറ്റൊരു റിവായത്ത് കാണാം. അതിൽ ദുർബലതയുള്ള റിവായത്താണ്, പക്ഷെ ഇതിന്റെ ആശയം ശരിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. തഅല്ലമു മിൻ അൻസാബിക്കും മാ തസ്ലൂന ബിഹി അർഹാമക്കും സുമ്മൻതഹു, കുടുംബബന്ധം ചേർക്കാനുള്ള അളവിൽ പഠിക്കുക, അവിടെ നിർത്തുക. തഅല്ലമു മിനൽ അറബിയ്യത്തി മാ തഅരിഫൂന ബിഹി കിതാബല്ലാഹ്, അറബി ഭാഷ, നഹ്വും സർഫും മറ്റുള്ള ഭാഷാപരമായ ഇൽമുകൾ പഠിക്കുക. അല്ലാഹുവിന്റെ കിതാബ് മനസ്സിലാക്കാൻ ആവശ്യമായ അത്രയും സുമ്മൻതഹു, പിന്നീട് നിങ്ങൾ അവസാനിപ്പിക്കുക. തഅല്ലമു മിനൻ നുജൂമി മാ തഹ്തദൂന ബിഹി ഫി ദുലുമാത്തിൽ ബർരി വൽ ബഹർ സുമ്മൻതഹു, അതുപോലെ നക്ഷത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വഴി അറിയാൻ ആവശ്യമായ അത്രയും അളവിൽ പഠിക്കുക, അവിടെ അവസാനിപ്പിക്കുക. ഈ ഹദീസും ദഈഫാണ്, പക്ഷേ ഇതിന്റെ ആശയം ശരിയാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇൽമുൽ അൻസാബ്, കുടുംബ പരമ്പരയെ കുറിച്ച് പഠിക്കുന്ന ഇൽമ്, അതിനെ നിരുത്സാഹപ്പെടുത്തിയത്? അത് അമിതമാകരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ഇത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തന്റെ നസബിനെ കുറിച്ച് ഫഖർ കാണിക്കാൻ വേണ്ടിയാണ്. ജാഹിലിയത്തിൽ ഈ ഇൽമിന് വളരെ പ്രചാരമുണ്ടായിരുന്നു. നസബ് അറിയുന്ന ആളുകളെ, ഇൽമുൽ അൻസാബ് അറിയുന്ന ആളുകളെ അവരങ്ങേറ്റം ബഹുമാനിച്ചിരുന്നു. കാരണം ഇവരെ കൊണ്ടാണ് അവർക്ക് ഫഖർ ഉണ്ടാകുന്നത്. അവരൊരാൾ അംഗീകരിച്ചാൽ, അവൻ ഇന്ന കബീലയാണെന്ന് പറഞ്ഞാൽ അതവന് സർട്ടിഫിക്കറ്റ് ആണ്, അവന് അഭിമാനിക്കാം. ഈ അഭിമാനം എന്ന് പറയുന്നത് സ്വന്തം കുടുംബ പരമ്പരയിൽ അഭിമാനിക്കുക എന്നുള്ളത് അത് ഇസ്ലാം ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ മിൻ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യത്തി ലാ യത്റുകൂനഹു, 4 കാര്യങ്ങൾ ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്, പക്ഷേ ഇസ്ലാം വന്നതിന് ശേഷവും ആളുകൾ അത് ഉപേക്ഷിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണത്? അൽ ഫഖ്റു ബിൽ അഹ്സാബ്, അതിൽ ഒന്നാമത് പറഞ്ഞത് സ്വന്തം ഹസബ്, പാരമ്പര്യവും കുടുംബത്തിന്റെ മഹത്വവും, അതിന്റെ പേരിൽ ഫഖ്ർ കാണിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കുക. വത്തഅനു ഫിൽ അൻസാബ്, മറ്റുള്ളവരുടെ കുടുംബത്തെ ആക്ഷേപിക്കുക. അത് ആദ്യം പറഞ്ഞതിന്റെ ഫലമാണ്. സ്വന്തം കുടുംബത്തിൽ അഭിമാനിക്കുന്നവൻ എന്ത് ചെയ്യും? ആ അഭിമാനം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി മറ്റവന്റെ കുടുംബക്കാരെ ആക്ഷേപിക്കുകയും ചെയ്യും. ഇവൻ ഇന്ന ആളുടെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവനെ പുച്ഛിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. എല്ലാ മനുഷ്യനും മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് എളുപ്പമുള്ള വഴികൾ മനുഷ്യർ സ്വീകരിക്കും. അധ്വാനിച്ച് വലിയ മഹത്വങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നാവുകൊണ്ട് സ്വന്തം പരമ്പര പറഞ്ഞ് അഭിമാനിക്കുക എന്നുള്ളത്.
അത് പക്ഷേ വളരെ മോശമായ കാര്യമാണ്. അഭിമാനിക്കേണ്ടത് അവനവന്റെ ദീനിന്റെ പേരിൽ. ഇനി ഇല്ലാതെ ചിന്തിച്ചാൽ പോലും, കേവലം യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പോലും ഒരാൾ അഭിമാനിക്കേണ്ടത് എന്തിന്റെ പേരിലാണ്? സ്വന്തമായി എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ പേരിൽ അഭിമാനിക്കണം. അതല്ലാതെ കഴിഞ്ഞുപോയ പൂർവികരെ കുറിച്ച് അഭിമാനിക്കുക എന്നുള്ളത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. ഒരു കവി ഇങ്ങനെ അഭിമാനിക്കുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കവിത കാണാം, ലഇൻ ഫഖർത ബിആബാഇൻ മദൂ സലഫൻ, നിന്റെ മുമ്പ് കഴിഞ്ഞു പോയ നിന്റെ പൂർവികരെ കുറിച്ച് നീ ഇങ്ങനെ അഭിമാനിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കവി പറയുകയാണ്, ലഖദ് സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്, നിന്റെ പൂർവികരൊക്കെ മഹാന്മാരാണ്. വലാകിൻ ബിഅസ മാ വലദു, പക്ഷെ എത്ര മോശമായ ഒരുത്തനെയാണ് അവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അവര് ബാക്കിയാക്കിയിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെ അഭിമാനിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്, അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ വ്യാപകമായിട്ടുള്ള സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് സ്വന്തം നസബിന്റെ കാര്യത്തിൽ അഭിമാനിക്കുക എന്നുള്ളത്. അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ. അതുപോലെ യുക്തി കൊണ്ട് ചിന്തിച്ചാലും വളരെ മോശമായ കാര്യമാണ്. ഒരു ഹദീസിൽ നിങ്ങൾക്കെല്ലാം അറിയാം, മൻ ബത്തഅ ബിഹി നസബുഹു ലം യുസ്രി ബിഹി നസബുഹു, ആരുടെയാണോ അമലുകൾക്ക് വേഗം കുറഞ്ഞു പോയത്, അമലുകൾ പതുക്കെയായത് അഥവാ കുറവായത്, ലം യുസ്രി ബിഹി നസബുഹു, അവന്റെ നസബ് അവന് വേഗം കൂട്ടുകയില്ല, അവന് ഉയർത്തുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇൽമുൽ അൻസാബ് പരിധി വിട്ട് പഠിക്കരുത് എന്ന് പറയാനുള്ള കാരണം. ഇന്നും അറബികൾക്കിടയിൽ പ്രചാരത്തിലുള്ള കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ കുറവാണ്. കാരണം നമ്മുടെ നസബ് ഒരുപാട് പിന്നിലേക്ക് പോവുകയില്ല. നമ്മുടെ പൂർവികര് മുസ്ലിങ്ങളായിരിക്കുകയില്ല കുറച്ച് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ. എന്നാൽ അറബികൾക്കിടയിൽ ഇന്നും പ്രചാരത്തിലുള്ള കാര്യമാണിത്. ചില തുല്ലാബുൽ ഇൽമ് ഉലമാക്കൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. താലിബുൽ ഇൽമായിട്ടുള്ള ദീൻ പഠിക്കുന്ന ആളുകൾ, ഉലമാക്കളായിട്ടുള്ള ആളുകൾ തന്നെ ഈ ഫിത്നയിൽ പെട്ടുപോകും. എങ്ങനെയാണ്? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയും അതുപോലെ അറബികളുടെ ചരിത്രമൊക്കെ ഇൽമു പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠിക്കും. അങ്ങനെ അവർക്ക് ഈ ഇൽമുൽ അൻസാബിൽ, പരമ്പരയെ കുറിച്ചുള്ള ഈ അറിവിൽ ഒരു നല്ല വൈദഗ്ധ്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ അവരോട് ചോദിക്കാൻ തുടങ്ങും, എന്റെ പൂർവികർ ആരൊക്കെയാണ്, ഞങ്ങളുടെ കബീർ എവിടെ നിന്നുണ്ടായതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ വിഷയത്തിൽ അവര് മുഴുകും. അതായിരിക്കും അവരുടെ പ്രധാന തൊഴിൽ. കാരണം ഇതിൽ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമായിരിക്കും. ഇന്നയാള് ഞങ്ങളുടെ കബീലെ കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അഭിമാനമായിരിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? പണക്കാരുടെയും അതുപോലെ തന്നെ സ്വാധീനമുള്ള ആളുകളുടെയും ഒരു ഖാദിമായി മാറും. അവരുടെ കുടുംബത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതാണ് ഈ ഇൽമുൽ അൻസാബിനെ ആക്ഷേപിക്കാനുള്ള കാരണം. وروى مسعر عن محمد بن عبد الله قال عمر بن الخطاب رضي الله عنه تعلموا من النجوم ما تعرفون به القبلة والطريق. നിങ്ങൾ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുക, ഇന്നത്തെ ഭാഷയിൽ അസ്ട്രോണമി പഠിക്കുക. മാ തഅരിഫൂന ബിഹിൽ ഖിബ്ല വത്തരീഖ്, ഖിബ്ല മനസ്സിലാക്കാൻ ആവശ്യമായ അത്രയും, അതുപോലെ വഴി അറിയാൻ വേണ്ട അത്രയും. വകാന അൻ-നഖഈ ലാ യറാ ബഅസൻ അൻ യതഅല്ലമ അർ-റജുലു മിന അൻ-നുജൂമി മാ യഹ്തദി ബിഹി. സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഈ നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ, അസ്ട്രോണമി പഠിക്കുന്ന കാര്യത്തിൽ. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് താബിഇയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. അദ്ദേഹം അനുവദിക്കുമായിരുന്നു വഴി അറിയാൻ മാത്രം നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന കാര്യം. വറഖസ ഫീ തഅല്ലുമി മനാസിലിൽ ഖമർ, ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് അഹ്മദ് ഇമാം അഹ്മദും ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹിമഹുല്ലാഹു തആല. വയതഅല്ലമ മിൻ അസ്മാഇൻ നുജൂമി മാ യഹ്തദി ബിഹി, അതുപോലെ നക്ഷത്രങ്ങളെ കുറിച്ചും വഴി അറിയാൻ വേണ്ടി ആവശ്യമായ അത്രയും പഠിക്കാൻ. വകരിഹ ഖതാദ തഅല്ലുമ മനാസിലിൽ ഖമർ, ഇമാം ഖതാദ റഹിമഹുല്ലാഹ് ഇത് മക്രൂഹാണ് എന്നാണ് പറഞ്ഞിരുന്നത്. വലം യുറഖിസ് ഇബ്നു ഉയൈന ഫീ, ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് താബിഈൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. നക്കറഹു ഹർബുൻ അൻഹുമ, ഹർബ് അൽ കർമാനി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വഖാല താവൂസ്, എന്തുകൊണ്ടാണ് അവർ ആക്ഷേപിച്ചത് ഈ ഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നത്? താവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്, താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, റുബ്ബ നാദിറിൻ ഫിൻ നുജൂമി വമുതഅല്ലിമിൻ ഹുറൂഫ് അബിജാദ് ലൈസ ലഹു ഇൻദല്ലാഹി ഖലാഖ്. എത്രയോ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു ഓഹരിയുമില്ല. അഥവാ സിഹർ ചെയ്യാനുള്ള ഒരു തുടക്കമാണ് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുകയും പിന്നീട് നക്ഷത്രത്തെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. വഹാദ മഹ്മൂലുൻ അലാ ഇൽമി തഅ്സീർ ലാ ഇൽമി അത്തസ്യീർ. ഈ പറഞ്ഞത് മുൻഗാമികൾ ആക്ഷേപിച്ചിരുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്തുകൊണ്ടാണ് ചിലരൊക്കെ വെറുത്തിരുന്നത് ഗോളശാസ്ത്രം പഠിക്കുന്നത്?
കാരണം ഗോളശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം രണ്ട് തരത്തിലുണ്ടായിരുന്നു. ഇൽമു തഅ്സീർ, ഇൽമു അത്തസീർ. എന്താണ് ഇൽമു തഅ്സീർ എന്ന് പറഞ്ഞാൽ? ഈ ഗോളങ്ങൾക്ക് ഭൂമിയിൽ ചില സ്വാധീനങ്ങളുണ്ട്. ആ ഗോളങ്ങളുടെ സ്ഥാനം മാറുന്നതനുസരിച്ച് അവയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വാസം മുൻഗാമികൾക്കുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഗോളങ്ങളെ പ്രത്യേക പേരിട്ട് ആരാധിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ഇൽമിനെയാണ്, അതിനുവേണ്ടി പഠിച്ചിരുന്നതിനെയാണ് അവർ ആക്ഷേപിച്ചിരുന്നത്. എല്ലാ ഇൽമി അത്തസീർ, ഇൽമു തസീർ എന്ന് പറഞ്ഞാൽ ഈ ഗോളങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്, അവൻ അതിനെ എങ്ങനെയാണ് ചലിപ്പിക്കുന്നത് എന്ന് പഠിക്കുന്നത്, അതിനെക്കുറിച്ചല്ല ആക്ഷേപം. ഫഇന്ന ഇൽമ തഅ്സീരി ബാതിലുൻ മുഹറം. ഒന്നാമത് പറഞ്ഞത് അത് ആക്ഷേപിക്കപ്പെട്ടതാണ്, ഹറാമാണ്. വഫീഹി വറദൽ ഹദീസുൽ മർഫൂഅ്, അതിനെക്കുറിച്ചാണ് ഒരു ഹദീസ് വന്നിട്ടുള്ളത്. മൻ ഇഖ്തബസ ശുഅബതൻ മിനൻ നുജൂമി ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹർ. നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചവൻ സിഹർ പഠിച്ചതുപോലെയാണ് എന്ന് പറഞ്ഞ ഹദീസ് ഈ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ട് എന്ന അർത്ഥത്തിലുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനങ്ങളെ കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ വേറെയും ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഫഇൽമു തഅ്സീരി നുജൂമി ബാതിലുൻ മുഹറം. നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ അത് ബാത്തിലാണ്, മുഹറമാണ്. വൽ അമലു ബിമുഖ്തദാഹു കത്തഖറുബ് ഇല നുജൂമി വതഖരീബിൽ ഖറാബീൻ ലഹാ കുഫ്ർ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിന് ഇന്ന സാധനം ബലിയർത്താൽ ഇന്ന ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രവൃത്തി അത് കുഫ്റാണ്. അമ്മ ഇൽമു തസ്സീർ, എന്നാൽ നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് അത് മഖ്ലൂഖാണ്, അല്ലാഹു നിശ്ചയിച്ച പ്രകാരം ചലിക്കുന്നതാണ് എന്ന് തീരുമാനിച്ചു എന്ന് വിശ്വസിച്ചുള്ള പഠനമാണെങ്കിൽ ഫഇദാ തഅല്ലമ മിൻഹു മാ യഹ്താജു ഇലൈഹി ലിൽഇഹ്തിദാഇ വമഅരിഫത്തിൽ ഖിബ്ലത്തി വത്തുറുഖ്, ആവശ്യമായ അളവിൽ വഴിയറിയാനും ഖിബ്ല അറിയാനും ഒക്കെ വേണ്ട അളവിലാണെങ്കിൽ ഖാന ജായിസൻ ഇൻദൽ ജംഹൂർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതനുവദിച്ചിട്ടുണ്ട്. വമാ സാദ അലൈഹി ഫലാ ഹാജത ഇലൈഹി, അതിനപ്പുറമുള്ളത് അനാവശ്യമാണ്. അല്ല, ചില ആളുകൾ അവരുടെ ജീവിതം തന്നെ നക്ഷത്ര നിരീക്ഷണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചവരായിരിക്കും. യാതൊരു പ്രയോജനവുമില്ലാതെ സമയം കളയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് വഹുവ യശ്ഗലു അമ്മാ ഹുവ അഹമ്മു മിൻഹു, അതിനേക്കാൾ പ്രധാനമായ കാര്യങ്ങളിൽ നിന്ന് നമ്മെ ശ്രദ്ധ തെറ്റിക്കും. വറുബ്ബമ അദ്ദ അത്തദ്ഖീഖു ഫീഹി, മറ്റൊരു പ്രശ്നം ഗോളശാസ്ത്രത്തിൽ പരിധി വിട്ടാൽ അതിൽ ഗുലൂബ് ആയിക്കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രശ്നം അതെന്ത് ചെയ്യും? ഇലാ ഇസാഅത്തിൽ ദന്നി ബി മഹാരിബിൽ മുസ്ലിമീന ഫി അംസാരി, മുസ്ലിമീങ്ങളുടെ മിഹ്റാബിനെ കുറിച്ച് സംശയം ഉണ്ടാക്കും. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് മിഹ്റാബുകൾ ഉണ്ടാകും പള്ളിയിൽ. ഈ മിഹ്റാബിന്റെ പൊസിഷൻ ശരിയല്ല, ഇതിന്റെ ഡയറക്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് ശക്കുണ്ടാകും. കമാ വഖഅ ദാലിക കസീറൻ മിൻ അഹ്ലി ഹാദൽ ഇൽമി ഖദീമൻ വഹദീസൻ, പണ്ടും ഇന്നും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. വദാലിക യുഫ്ളി, അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഇല ഇഅ്തിഖാദി ഖതഇ സ്വഹാബത്തി വത്താബിഈന ഫി സ്വലാത്തിഹി ഫി കസീരി മിനൽ അംസാർ. പല നാടുകളിലും സഹാബത്തും താബിഈങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള പള്ളികളാണ് ഇന്നും ഉള്ളത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ പല സ്ഥലത്തും, അല്ലെ, ഷാമിലും യമനിലും ഹിജാസ്, ഇന്നത്തെ സൗദി അറേബ്യയിലൊക്കെ സ്വഹാബത്തിന്റെ കാലത്തുള്ള പള്ളികളുണ്ട്. അത്തരം പള്ളികളിലൊക്കെ ഖിബ്ല ശരിയല്ല എന്ന് ഇവർ പറയാൻ തുടങ്ങും. അപ്പൊ സ്വഹാബത്തിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതിലേക്ക് എത്തും. വഹുവ ബാതിൽ. വഖദ് അൻകറ ഇമാം അഹ്മദ് അൽ ഇസ്തിദ്ലാല ബിൽ ജുദൈ. ജുദൈ എന്ന് പറയുന്നത് നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ നോക്കി ഖിബ്ല നിശ്ചയിക്കും, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ സമയം അറിയും. ഇങ്ങനെ ഒരു ആവശ്യത്തിന് നക്ഷത്രത്തെ അവലംബിക്കുന്നത് അത് ഇമാം അഹ്മദ് വെറുത്തിരുന്നു. ഖാല ഇന്നമാ വറദ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ഹദീസിൽ വന്നിട്ടുള്ളത് മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ല. ആ ഹദീസിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഹദീസ് ലൈഫാണ്, പക്ഷേ ആ ഹദീസിന്റെ ആശയം ശരിയാണ്. സഹാബത്തിനിടയിൽ ഈ ഇമാം ഇബ്നു റജബ് പറയുകയാണ് ബുഖാരിയുടെ ശറഹിൽ, അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ശറഹിൽ, ഈ വിഷയത്തിൽ സഹാബത്തിനിടയിൽ ഖിലാഫില്ല. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ല, കിഴക്കും പടിഞ്ഞാറിനും ഇടയിലുള്ളതൊക്കെ ഖിബ്ലയാണ് എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് നമസ്കരിക്കുന്നവർക്ക് എവിടെയാണ് ഖിബ്ല? തെക്കാണ് ഖിബ്ല. മക്ക എന്ന് പറഞ്ഞാൽ അവിടെ തെക്ക് ഭാഗത്താണ്. അപ്പൊ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ, വടക്കുന്ന് തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ വലതു ഭാഗത്ത് പടിഞ്ഞാറും ഇടതു ഭാഗത്ത് കിഴക്കും. അപ്പൊ ഈ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളതൊക്കെ ഖിബ്ലയാണ്. എന്നാൽ അതിനിടയിൽ എവിടെ തിരിഞ്ഞാലും കുഴപ്പമില്ല. അതിനർത്ഥം ഒരുപാട് ഖിബ്ലയിൽ നിന്ന് തെറ്റി നിന്ന് നിസ്കരിക്കണമെന്നല്ല, നേരെ മറിച്ച് തദ്ഖീഖിന്റെ ആവശ്യമില്ല, കൂടുതൽ സൂക്ഷ്മതയുടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇക്കാര്യത്തിൽ അഥവാ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബി ഖിബ്ല എന്ന കാര്യത്തിൽ സഹാബത്തിനിടയിൽ രണ്ട് അഭിപ്രായമില്ല, ഹദീസ് ദഈഫാണെങ്കിലും. ഇത് തന്നെയാണ് ഇമാം അഹ്മദിന്റെ അഭിപ്രായം. അതുപോലെ അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനും ഇങ്ങനെയുള്ള ഒരു ഖൗല് വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ തദഉ യദൈക ഹാകദാ യമനതൻ വയസ്റ, കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മ തുസല്ലി ബൈനഹുമാ കൈഫ ശിഅ്ത, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിനക്ക് തോന്നിയതുപോലെ നമസ്കരിച്ചു കൊള്ളുക, തോന്നിയ ദിശയിലേക്ക് നമസ്കരിച്ചു കൊള്ളുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം.
നമുക്ക് കഅബയുടെ ദിശ അതാണ് വേണ്ടത്. കഅബയുടെ ഐന് നേരെ ഒരു വര വരച്ചാൽ ആ വര കഅബയിൽ പോയി മുട്ടണം എന്നില്ല. ഇതാണ് സലഫുകളുടെ നിലപാട്. وقد أنكر ابن مسعود رضي الله عنه على كعب قوله إن الفلك تدور وأنكر ذلك مالك وغيره. وأنكر الإمام أحمد على المنجمين قولهم إن الزوال يختلف في البلدان. ابن مسعود رضي الله عنه കഅബ് അൽ അഹ്ബാർ താബിഈങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു യഹൂദിയായിരുന്നു കഅബ് അൽ അഹ്ബാർ റഹിമഹുല്ലാഹ്. അദ്ദേഹം അൽ ഫലക്കു തദൂർ ഗോളങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എതിർത്തിട്ടുണ്ട്. അതുപോലെ ഇമാം മാലിക്കും മറ്റും അതിനെ എതിർത്തിട്ടുണ്ട്. വഅൻകറ അൽ ഇമാം അഹ്മദ് അലൽ മുനജ്ജിമീന ഖൗലഹും ഇന്ന സവാല യഖ്തലിഫു ഫിൽ ബുൽദാൻ. നമസ്കാരത്തിന്റെ വക്ത് ഓരോ നാട്ടിലും വ്യത്യസ്ത സമയത്തായിരിക്കും എന്ന് പറയുന്നതിനെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് എതിർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും, ഇതൊക്കെ സത്യമാണല്ലോ, ഗോളങ്ങൾ ചലിക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്, വക്ത് മാറും എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. നമസ്കാരത്തിന്റെ വക്ത് ഓരോ നാട്ടിലും മാറും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ വിമർശിച്ചത് ഇതൊക്കെ തെറ്റാണെന്ന അർത്ഥത്തിലല്ല. അത് ഇബ്നു റജബ് തന്നെ പറയുന്നുണ്ട്. വഖദ് യകൂനു ഇൻകാറുഹും, അവരെതിർത്തത് എന്തായിരിക്കാം? ലിദാലിക അന്ന വഖദ് യകൂനു ഇൻകാറുഹും ഔ ഇൻകാറു ബഅദിഹിം ലിദാലിക, ഇവർ ഇതിനെ എതിർത്തത്, ഈ പറഞ്ഞ ഗോളശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ അവർ എതിർത്തത് എന്തിന് ആയിരിക്കാം? ലിഅന്ന റസൂല ലം തതകല്ലം ഫി ഹാദാ, അമ്പിയാക്കൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്നർത്ഥത്തിലാണ്. അതല്ലാതെ ആ പറഞ്ഞത് ബാത്തിലാണ് എന്ന അർത്ഥത്തിലല്ല. വഇൻ കാന അഹ്ലുഹു യഖ്തഊന ബിഹി, ഈ ഗോളശാസ്ത്രജ്ഞന്മാർ അവർ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അമ്പിയാക്കൾ പഠിപ്പിക്കാത്ത കാര്യമാണ്. വഇൻ കാന ഇസ്തിഗാലു ബിഹി റുബ്ബമാ അദ്ദാ ഇലാ ഫസാദിൻ അരീദ് എന്ന് മാത്രമല്ല, ഈ വിഷയങ്ങളിൽ മശ്ഗൂലാകുന്നത്, ഇതിൽ കൂടുതൽ ഗവേഷണം നടത്തുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഫസാദിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലാണ്. അഥവാ ഇത് പഠിക്കുന്നത് നിരുപാധികം ഹറാമാണെന്നോ പാടില്ല എന്നോ ഉദ്ദേശിച്ചുകൊണ്ടല്ല അവരിത് പറഞ്ഞത് എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഈ അസറുകൾ വിശദീകരിക്കുന്നത്. വഖദ് ഇഅ്തറദ ബഅദു മൻ കാന യഅരിഫു ഹാദാ അല ഹദീസ് നുസൂൽ, ഉദാഹരണം പറയാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ഫസാദ് ഉണ്ടായതിന്റെ ഉദാഹരണം, ഗോളശാസ്ത്രത്തിൽ പരിധി വിട്ടുപോയ ചില ആളുകൾ ഹദീസ് നുസൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹായ ഹദീസാണ്. യൻസിലു റബ്ബുന തബാറക വ തആല ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 ആവുന്ന സമയത്ത് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസിനെ അവർ വിമർശിക്കും. വഖാല, എന്നിട്ട് അവർ ചോദിക്കും, സുലുസുൽ ലൈലി യഖ്തലിഫു ബിഖ്തിലാഫിൽ ബുൽദാൻ, നാടുകൾ മാറുന്നതനുസരിച്ച് രാത്രിയുടെ 1/3 മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, അമേരിക്കയിൽ രാത്രിയാവുമ്പോൾ ഇവിടെ പകലാണ്, അപ്പോൾ അള്ളാഹുവിന്റെ ഇറക്കം എന്ന് പറയുന്നത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമല്ലോ, അത് അവസാനിക്കുന്ന സമയം ഉണ്ടാവുകയില്ലല്ലോ എന്നവർ ചോദിക്കും. അതാണ് ഇബ്നു റജബ് ഇവിടെ പറയുന്നത്. ഫലാ യംകിനു അൻ യകൂന നുസൂലു ഫീ വഖ്തിൻ മുഅയ്യൻ, അപ്പോൾ എപ്പോഴാണ് അള്ളാഹു ഇറങ്ങുന്നത് എന്ന സമയം നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല, എപ്പോഴും ഇറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ മഅലൂമുൻ ബിദ്ദറൂറത്തി മിൻ ദീനിൽ ഇസ്ലാം, ഇബ്നു റജബ് പറയാണ്, ഇതിന് മറുപടി പറയുന്നില്ല, അതിന് മുമ്പ് അദ്ദേഹം പറയാണ് മഅലൂമുൻ ബിദ്ദറൂറത്തി മിൻ ദീനിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൽ ദറൂറിയായി അറിയപ്പെട്ട കാര്യമാണ്. എന്താണ് മഅലൂമുൻ ബിദ്ദറൂറ എന്ന് പറഞ്ഞാൽ? ഇൽമ് എന്ന് പറയുന്നത് ഏത് മേഖലയിലാണെങ്കിലും, ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിലും ദീനിയായ കാര്യങ്ങളിലാണെങ്കിലും ഇൽമിനെ രണ്ടായി വേർതിരിക്കാം. ഇൽമുൻ ദറൂരി, ഇൽമുൻ നദരി. ഇൽമുൻ ദറൂരി എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിക്കാതെ തന്നെ നമുക്കറിയുന്ന കാര്യം. ഇപ്പൊ ഏതുപോലെ 1ന്റെ പകുതിയാണ് അര, 2ന്റെ പകുതിയാണ് 1, അതിന് മുകളിലുള്ള ഡിവിഷനൊക്കെ നമുക്ക് ചിലപ്പോൾ കണക്കൂട്ടി നോക്കേണ്ടി വരും. പക്ഷെ 2 1കൾ കൂട്ടിയാൽ 2 ആകും എന്നുള്ളത് അതേത് കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാണ് ഇൽമുൻ ദറൂരി എന്ന് പറയുന്നത്. അതുപോലെ ഒരു വസ്തു ഒരേ സമയം 2 സ്ഥലത്ത് ഉണ്ടാവുകയില്ല, ഇതൊക്കെയാണ് ഇൽമുൻ ദറൂരി. ഇൽമുൻ നദരി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും, ഹക്കായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ ദറൂറിയായിട്ടുള്ള ഇൽമിൽപ്പെട്ടതാണ് ഇസ്ലാമിൽ ദറൂറിയായിട്ട് അറിയപ്പെട്ട കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വുജൂദ്, അല്ലാഹു ഉണ്ട് എന്നുള്ളത് ഏറ്റവും ദറൂറിയായിട്ടുള്ള ഇൽമാണ്. അഥവാ 1ന്റെ പകുതിയാണ് അര എന്ന് പറയുന്നതിനേക്കാളും ഉറപ്പുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ വുജൂദ് എന്നുള്ളത്. ഇദ്ദേഹം ഇവിടെ പറയാണ്, ദീനുൽ ഇസ്ലാമിൽ ദറൂറിയായിട്ട് അറിയപ്പെട്ട കാര്യമാണ്. വഅന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഖുലഫ അഫൻ മഅലൂം ബിദ്ദറൂറത്തി മിൻ ദീനിൽ ഇസ്ലാം ഖുബ്ഹു ഹാദൽ ഇഅ്തിറാദ്, ഈ തർക്കുത്തരം അല്ലാഹ് എപ്പോഴാണ് ഇറങ്ങുക എന്നുള്ള ഈ ചോദ്യം അത് വൃത്തികെട്ടതാണ് എന്നുള്ളതിൽ ദറൂറിയായിട്ടുള്ള കാര്യമാണ്. അത് ദീനുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യമാണ്, ഒരു മറുപടി ആവശ്യമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഖുലഫാഅഹു റാഷിദീന ലൗ സമിഉ മാ യഅ്തരിദു ബിഹി,
ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് റസൂലോ ഖുലഫാ റാഷിദീങ്ങളോ അറിഞ്ഞിരുന്നെങ്കിൽ, അവരുടെ കാലത്ത് ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല, സഹാബത്തിന്റെ കാലത്ത് ആരും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാൾ അന്നുണ്ടായിരുന്നെങ്കിൽ ലമനാദറൂഹു, അവർ നബിയും ഖുലഫാ റാഷിദീങ്ങളും ഇവനോട് സംവാദം നടത്തുകയില്ല, അവനോട് തർക്കിക്കാൻ നിൽക്കുകയില്ല. ബൽ ബാദറു ഇലാ ഉഖൂബതിഹി, അവനെ അവർ ശിക്ഷിക്കുകയാണ് ചെയ്യുക, ഉടനെ അവന്റെ ഹദ് നടപ്പിലാക്കുകയാണ് ചെയ്യുക. വഇൽഹാഖിഹി ബിസുംറത്തിൽ മുഖാലിഫീനൽ മുനാഫിഖീനൽ മുകദ്ദിബീൻ, അവൻ മുനാഫിഖായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം അത് പിൽക്കാലത്ത് ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും വഴിപിഴപ്പിക്കുന്ന പണ്ഡിതന്മാർ പെരുകുകയും ചെയ്തതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നവർ ശിക്ഷിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇതിന്റെ മോശത്തരം എത്രമാത്രം മോശമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇബ്നു റജബും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നത്തെക്കാൾ മോശമായി ബിദഅത്തിന്റെ കക്ഷികളുള്ള കാലമാണ്. അല്ലെങ്കിൽ ഏറെക്കുറെ നമ്മുടെ കാലം പോലെ ഫിത്നയും ഫസാദുമുള്ള ഇസ്ലാമിക ലോകം ബിദഅത്തിന്റെ നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ശുഭത്തുകൾ എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് ഹക്ക് മനസ്സിലാക്കിയ ഒരാൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഇറക്കത്തെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ഉത്തരം ഇപ്പൊ എന്താണ്? ഇബ്നു റജബ് ഉത്തരം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് റസൂൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ ശിക്ഷിക്കുമായിരുന്നു എന്ന് മാത്രമാണ്. പക്ഷെ അതിന്റെ ഉത്തരം മറ്റുള്ള ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, അവൻ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാകുന്നു. ഇതാണ് അതിന്റെ ഉത്തരം. ലൈസ കമിസ്ലിഹി ശൈഉൻ. എന്റെയും നിങ്ങളുടെയും അവസ്ഥയാണ്. നമുക്ക് ഇറങ്ങണമെങ്കിൽ സ്ഥലത്തിന്റെയും സമയത്തിന്റെയും ഒക്കെ പരിധിയും പരിമിതിയും ഉണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങുന്നത് പോലെയല്ല. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ ബുദ്ധിക്കപ്പുറത്താണ്. അപ്പൊ നമ്മുടെ ബുദ്ധി അതിനൊരു പരിധി ഉണ്ടോ ഇല്ലേ, അത് മനസ്സിലാക്കിയാൽ ഇക്കാര്യം വ്യക്തമാവും. നമ്മുടെ ബുദ്ധിക്ക് പരിമിതി ഉണ്ടോ ഇല്ലേ? പരിമിതിയുണ്ട്. നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും പരിമിതിയുണ്ട്. നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, നമ്മുടെ പേശികൾക്ക് മസിലിന് പരിധിയുണ്ട്. ഒരു 100 കിലോ അല്ലെങ്കിൽ 500 കിലോ വെയിറ്റ് ഉള്ള ഒരു സാധനം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മുടെ മസിലുകളുടെ പരിധിയാണത്. അതുപോലെ നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്. നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. അതിൽ തന്നെ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സ്വർഗം. സ്വർഗം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. നമുക്ക് പോകാനുള്ള സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ റൂഹ്, സ്വർഗം ഉണ്ട് എന്നതിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ. നിഷേധിക്കുന്ന ആളുകൾക്കൊക്കെ വിശ്വാസമുണ്ടല്ലോ. അവരാരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. നമ്മുടെ റൂഹ്, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള റൂഹ്, അതാരും കണ്ടിട്ടില്ല. അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, അതിന്റെ രൂപം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ അറിവിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട് എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. ധാരാളം പരിമിതിയുണ്ട്. നേർമറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കുറവ്, അറിയാത്തതാണ് കൂടുതൽ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ഈ പരിമിതിയുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അബദ്ധം. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നു, വകദാലിക തവസ്സുഉ ഫീ ഇൽമിൽ അൻസാബ്. അപ്പൊ നക്ഷത്രങ്ങളെ കുറിച്ച്, ഗോളശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം പരിധി വിട്ടാൽ അപകടമാണ് ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അള്ളാഹ് എപ്പോഴാണ് ഇറങ്ങുന്നത് എന്നുള്ള ഈ ചോദ്യം നിസ്സാരമായി ആളുകൾ ചോദിക്കാൻ തുടങ്ങിയത്? ഇബ്നു റജബ് ഇത്രയും ഗൗരവത്തിലാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഈ ചോദ്യം വളരെ നിസ്സാരമായി മാറിയത് എന്തുകൊണ്ടാണ്? ഈ ഗോളശാസ്ത്രത്തിനും മറ്റുള്ള ഇൽമുകൾക്കും നമ്മൾ പരിധി വിട്ട ബഹുമാനം കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗോളശാസ്ത്രവുമായി ചോദ്യത്തിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളെ കുറിച്ച് പഠിക്കുന്നതാണ് എല്ലാ ശാസ്ത്രവും. അത് റബ്ബിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. എന്നാലും ഈ ചോദ്യം എങ്ങനെ വന്നു? അത് ഇത്തരം ഇൽമുകളോടുള്ള പരിധി വിട്ട ഹുബ്ബ് കൊണ്ടാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ, ജഹലിന്റെ കൂടെ. വകദാലിക തവസ്സുഉ ഫീ ഇൽമിൽ അൻസാബ്. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം, നസബ്. ഇൽമുൽ അൻസാബിൽ പരിധി വിട്ട് കഴിഞ്ഞാൽ മിമ്മ ലാ യുഹ്താജു ഇലൈഹി, ആവശ്യമുള്ള പരിധിയൊക്കെ വിട്ടിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഇതുപോലെ മുസീബത്തുകൾ ഉണ്ടാകും. എന്താണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ ഹദീസ് പറഞ്ഞു, അർബഉ മിൻ അംറിൽ ജാഹിലിയ്യ, 4 കാര്യങ്ങൾ ജാഹിലിയത്തിൽപ്പെട്ടതാണ്. അതിൽ പറഞ്ഞ അൽ ഫഖ്റു ബിൽ അഹ്സാബ്. വഖദ് സബക അൻ ഉമർ വഗൈരിഹി അന്നഹ്യു അൻഹു. ഉമറും മറ്റു സ്വഹാബത്തും റളിയല്ലാഹു അൻഹും അവര് ഇത് വിലക്കിയിട്ടുണ്ട്, ഈ കുടുംബ പരമ്പരയെ കുറിച്ച് പരിധി വിട്ട് പഠിക്കുന്നതിന്. മാ അന്ന ത്വായിഫത മിന സ്വഹാബത്തി വതാബിഈന കാനൂ യഅരിഫൂനഹു വയഅ്തനൂന ബിഹി. സ്വഹാബത്ത് അവരിൽ പലരും ഈ കാര്യത്തിൽ വളരെ അറിവുള്ളവരായിരുന്നു. അപ്പൊ സ്വഹാബത്തിൽ പലർക്കും ഇത് അറിയാമായിരുന്നു. എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ ജാഹിലിയത്തിൽ പഠിച്ചതായിരുന്നു. ജാഹിലിയത്തിൽ അവർ ആഴത്തിൽ ഇൽമുൽ അൻസാബ് പഠിച്ചവരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിന് അറിയാമായിരുന്നു കുടുംബ പരമ്പരയെ കുറിച്ച്. വകദാലിക തവസ്സുഉ ഫീ ഇൽമിൽ അറബിയ്യ. ഇബ്നു റജബ് പറയുകയാണ്, അതുപോലെ തന്നെയാണ് അറബിയിലുള്ള ആഴത്തിലുള്ള ഗവേഷണങ്ങൾ, അറബി ഭാഷ ആഴത്തിൽ പഠിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ കിതാബ് വായിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നേ ഉള്ളൂ. നമുക്കിടയിൽ ഇങ്ങനെ അറബിയിൽ ആഴത്തിൽ ഗവേഷണം ഒന്നും നടക്കുന്നില്ല. മാത്രമല്ല അറബി ഭാഷയുടെ കാര്യത്തിൽ
വളരെ പിന്നോട്ടാണ് നമ്മൾ. ഇത് അറബികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ അറബി ഭാഷ പരിധി വിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. വഹുവ മിമ്മ യശ്ഗലു അനിൽ ഇൽമിൽ അഹം, അത് കൂടുതൽ പ്രധാനപ്പെട്ട ഇൽമിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും. ഒരാളുടെ ജീവിതം മുഴുവൻ അറബി ഭാഷയാണ്. ഖുർആനില്ല, ഹദീസില്ല, അഖീദയില്ല, ഫിഖ്ഹില്ല, അറബിയിൽ മാത്രം ഒരാൾ ജീവിക്കുന്നു. വൽ വഖൂഫു മഅഹു യഹ്റുമു ഇൽമൻ നാഫിഅൻ, നാഫിയായ ഇൽമിനെ തടയുന്നതാണ് ഭാഷയിൽ പരിധി വിട്ടുള്ള പഠനങ്ങൾ. വഖദ് കരിഹൽ ഖാസിം ഇബ്നു മുഖൈമിറ ഇൽമൻ നഹ്വ്, ഖാസിം ഇബ്നു മുഖൈമിറ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇൽമുൻ നഹ്വ് പഠിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. വഖാല, അദ്ദേഹം പറയുമായിരുന്നു, അവ്വലുഹു ശുഗ്ലുൻ വആഖിറുഹു ബഗി, നഹ്വ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ശുഗ്ലാണ്. നഹ്വ് പഠിക്കുന്ന ആളുകൾക്കറിയാം വളരെ പ്രയാസമാണ്. നഹ്വ് പ്രയാസം എന്നല്ല, തുടക്കത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടാകും. വആഖിറുഹു ബഗി, അപ്പൊ തുടക്കത്തിൽ പ്രയാസമൊക്കെ സഹിച്ച് പഠിക്കണം. വആഖിറുഹു ബഗി, പിന്നെ അവസാനം എന്താ ഉണ്ടാവുന്നത്? അവസാനമെങ്കിൽ നല്ലതാണെങ്കിൽ തർക്കടില്ല. ആഖിറുഹു ബഗിയുൻ, അവസാനത്തെ ധിക്കാരമായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വായിച്ചതിൽ തെറ്റുണ്ടാകും, തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു അസുഖം വരും, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വഅറാദ ബിഹി അത്തവസ്സുഅ ഫീഹി, ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയുള്ള ഭാഷാ പഠനമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. വകദാലിക കരിഹ അഹ്മദ് അത്തവസ്സുഅ ഫീ മഅരിഫത്തിൽ ലുഗതി വഗരീബിഹ, ഇമാം അഹ്മദും ഇതൊക്കെ വെറുത്തിട്ടുണ്ട്. വഅൻകറ അലാ അബി ഉബൈദ തവസ്സുഅഹു ഫീ ദാലിക, അബു ഉബൈദ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇങ്ങനെ ആയത്തിൽ ഭാഷ പഠിച്ചതിനെ ഇമാം അഹ്മദ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. വഖാല ഹുവ യശ്ഗലു അമ്മാ ഹുവ അഹമ്മു മിൻഹു, അതിനേക്കാൾ പ്രധാനമായ കാര്യത്തിൽ നിന്ന് അത് ശ്രദ്ധ തെറ്റിക്കും എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുമായിരുന്നു. അപ്പോൾ ഇതൊരിക്കലും ഭാഷ പഠിക്കാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഇബ്നു റജബ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഭാഷയുടെ കാര്യത്തിൽ പിറകിലാണ്. വലിഹാദ യുഖാൽ, ഇബ്നു റജബ് പറയുന്നു, അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പറയാറുണ്ട്, ഇന്നൽ അറബിയ്യത ഫിൽ കലാം കൽ മിൽഹി ഫി തആം, ഭാഷയിൽ നഹ്വിന്റെ പ്രാധാന്യം, അതിന്റെ അളവ് എന്ന് പറയുന്നത് കൽ മിൽഹി ഫി തആം, ഭക്ഷണത്തിൽ ഉപ്പുള്ളത് പോലെയാണ്. ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല, എന്നാൽ ഉപ്പ് അധികമായാലോ ഭക്ഷണം ഫസാദാകും. യാനി അന്നഹു യുഖദു മിൻഹാ മാ യുസ്ലിഹുൽ കലാം, സംസാരത്തിൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി അത്രയും പഠിക്കാം. കമാ യുഖദു മിനൽ മിൽഹി മാ യുസ്ലിഹു തആം, ഭക്ഷണം രുചി ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉപ്പ് ഉപയോഗിക്കുന്ന പോലെ. നമാസാദ അലാ ദാലിക ഫഇന്നഹു യുഫ്സിദുഹു, അളവിൽ കൂടുതലായാൽ അത് കേടുവരുത്തും. വകദാലിക ഇൽമുൽ ഹിസാബ്, അതുപോലെ തന്നെയാണ് ഹിസാബ്. ഇൽമുൽ ഹിസാബ് എന്നാൽ മാത്സ്, കണക്ക് പരിധി വിട്ടാൽ യഹ്താജു മിൻഹു ഇലാ മാ യുഅറഫു ബിഹി ഹിസാബു മാ യഖഉ മിൻ ഖിസ്മത്തിൽ ഫറായിദ് വൽ വസായ, ഫറായിദ് അനന്തര സ്വത്തും അതുപോലെ വസിയത്തുകളും ഒക്കെ വീതം വെക്കാൻ വേണ്ട അറിവ്. വൽ അംവാലുല്ലത്തി തുഖസ്സമു ബൈനൽ മുസ്തഹിഖീന ലഹ, അങ്ങനെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇസ്ലാമിക വിധിപ്രകാരം വീതിച്ചു കൊടുക്കാൻ വേണ്ട അറിവ്. വസ്സായിദു അലാ ദാലിക മിമ്മാ ലാ യുൻതഫഉ ബിഹി ഇല്ലാ ഫി മുജറദി റിയാദത്തിൽ അദ്ഹാൻ വസിഖാലിഹ, അതിൽ കൂടുതൽ പഠിച്ചതുകൊണ്ട് എന്താണ് കാര്യം? അതുകൊണ്ട് തലച്ചോറിനൊരു എക്സസൈസ് കിട്ടും, അത്രമാത്രം, വേറെ ഉപകാരമൊന്നുമില്ല. ലാ ഹാജത ഇലൈഹി വയശ്ഗലു അമ്മാ ഹുവ അഹമ്മു മിൻഹു, അതുകൊണ്ട് ഉപകാരവുമില്ല, ഉപകാരമുള്ളതിൽ നിന്നത് സമയം തെറ്റിക്കുകയും ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്യും. നമുക്കറിയാം മാത്സിൽ ഉപകാരമുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ഈ പറഞ്ഞത് ഇന്നും ശരിയാണ് ഇല്ലേ? മാത്സ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്നതിൽ ഒരുപാട് അളവ്, പകുതിയിൽ കൂടുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. أما ما أحدث بعد الصحابة من العلوم التي توسع فيها أهلها وسموها علوما, ഇനി വേറെ ചില എൽമുകളുണ്ട് ഇബ്രാജ് പറയാണ്. ഇതൊക്കെ സഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്ന എൽമുകൾ, അതിൽ പരിധി വിടരുത് എന്ന് സഹാബത്തും താബിയങ്ങളും പറഞ്ഞ ഉദാഹരണങ്ങളാണ്. മാത്സും അതുപോലെ തന്നെ അൻസാബും ലുഗയും നുജൂം, നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം, ഇതൊക്കെ. എന്നാൽ സഹാബത്തിന് ശേഷം വന്ന എൽമുകൾ വസമ്മൗഹ ഉലൂമൻ, പിൽക്കാലക്കാര് കുറെ എൽമുകൾ ഉണ്ടാക്കിയിട്ട് അവർ എൽമ് എന്നതിനെ വിളിക്കുന്നു എന്ന് മാത്രം, യഥാർത്ഥത്തിൽ അത് എൽമല്ല. വദന്നു അന്ന മൻ ലം യകുൻ ആലിമൻ ബിഹാ ഫഹുവ ജാഹിൽ ഔ ളാൽ, എന്ന് മാത്രമല്ല അവർ വാദിക്കുന്നത് ഇവരുണ്ടാക്കിയ എൽമ് പഠിക്കാത്തവർ അവര് പഴച്ചവരാണ് അല്ലെങ്കിൽ ജാഹിലാണ് എന്നൊക്കെ പറയുന്ന തരം ചില എൽമുകളുണ്ട്. വഹിയ മിൻ മുഹ്ദസാത്തിൽ ഉമൂരിൽ മൻഹിയ അൻഹ, ഈ പറഞ്ഞ എൽമുകളൊക്കെ അത് മൂന്നാമത്തെ കാറ്റഗറിയാണ്. സിഹർ പോലെ വിലക്കപ്പെട്ട എൽമാണ് യഥാർത്ഥത്തിൽ. എന്താണ് ഇവിടെ പറയുന്ന എൽമ്? ഏത് എൽമിനെയാണ് ഇബ്നു റജബ് ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? എൽമുൽ കലാമിനെയാണ്. എന്നാൽ എൽമുൽ കലാം എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കാലത്തില്ല, പിൽക്കാലക്കാരുണ്ടാക്കിയതാണ്. അവരെങ്ങനെയാണ് എൽമുൽ കലാം എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടാക്കിയത്? എൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, അഖൽ ഉപയോഗിച്ചുകൊണ്ട് അഖീദ പഠിപ്പിക്കുക, അതാണ് എൽമുൽ കലാം എന്ന് പറയുന്നത്. ഖുർആന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ വെച്ചിട്ടല്ലാതെ, അത് മുൻനിർത്തിയല്ലാതെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അഖീദ പഠിപ്പിക്കുക. അള്ളാഹു എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പോലെയല്ല, അപ്പൊ റബ്ബ് ഇങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിൽ റബ്ബിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാക്കിയെടുക്കുക, അതാണ് എൽമുൽ കലാം ചുരുക്കി പറഞ്ഞാൽ. ഇത് സഹാബത്തിന്റെ കാലത്തില്ല.
അതുകൊണ്ട് തന്നെ ഈ വാദം അല്ലെങ്കിൽ ഇൽമുൽ കലാം പഠിപ്പിക്കുന്ന ആളുകൾ അവർ പരിധി വിട്ട് അതല്ല ഇതറിയാത്ത ആളുകളൊക്കെ ജാഹിലിങ്ങളാണ് എന്ന് പറയാൻ തുടങ്ങി. ഇവരുടെ ഈ ഇൽമ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? മുമ്പ് കാലത്തുള്ള ഫിലോസഫർമാർ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പഴയ കാലത്തിൽ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യൻ പ്ലേറ്റോന്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ, പിന്നെ അതിന്റെ ശിഷ്യന്മാർ, ഇങ്ങനെ കൈമാറി വന്ന ഇൽമുൽ ഫൽസഫയുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിന് മുമ്പുള്ള ആളുകളാണ് അവരൊക്കെ. അവര് രണ്ടു വിധത്തിലുണ്ട്. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, നിഷേധികളുണ്ട്. അപ്പൊ റുബൂബിയീൻ എന്ന് പറയുന്ന, റബ്ബുണ്ട് എന്ന് പറയുന്ന ഫിലോസഫർമാരുണ്ട്. അവരും ഈ റബ്ബില്ല എന്ന് പറയുന്ന ഫിലോസഫർമാരും തമ്മിൽ കാലങ്ങളായി സഹസ്രാബ്ദങ്ങളായി തമ്മിൽ സംവാദങ്ങൾ നടക്കുന്നുണ്ട്, റബ്ബുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ. അപ്പൊ ഇതിൽ റബ്ബുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇവർ തെളിവ് പിടിക്കുന്ന ചില യുക്തിപരമായ തെളിവുകളുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് ഇവരുടെ തെളിവുകൾ തന്നെ അബദ്ധങ്ങളാണ്. റബ്ബുണ്ട് എന്ന് അവർ തെളിയിക്കുന്നത് തന്നെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അബദ്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ ഈ വാദങ്ങൾ, ഫിലോസഫർമാര് റബ്ബുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി പറയുന്ന വാദങ്ങൾ, അത് മുസ്ലിമീങ്ങളായ ചില കക്ഷികൾ സ്വീകരിക്കുകയും അങ്ങനെ അവർക്ക് ഇത് വളരെ നന്നായിട്ട് തോന്നി. കാരണം അവർക്കും ഉണ്ട് എതിരാളികൾ. റബ്ബില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കാലത്തും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെ ഒന്ന് വായടപ്പിക്കാൻ വേണ്ടി ഈ പഴയ ഫിലോസഫർമാർ പറഞ്ഞിട്ടുള്ള മറുപടികൾ എടുത്തവർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ അവർക്ക് അതിന്റെ ചില തുടർച്ചകൾ വേണ്ടി വന്നു. റബ്ബുണ്ട് എന്നതിനെ അവർ തെളിവാക്കിയ യുക്തിപരമായ ചില വാദങ്ങളുണ്ട്. ഈ വാദങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ റബ്ബ് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നവർക്ക് പറയേണ്ടി വന്നു. അതാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. ഈ ഇൽമ് എന്ന് പറയുന്നത് സഹാബത്തിന്റെ കാലത്ത് ഇല്ലാത്തതാണ്, പിന്നീട് ഉണ്ടായതാണ്. എന്നിട്ട് ഈ ഉണ്ടാക്കിയ ആളുകൾ ഇത് പഠിക്കാത്തവരൊക്കെ മോശം, അവരൊന്നും ആലിമല്ല എന്ന് പറയാനും തുടങ്ങി. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ അവസ്ഥ? ഈ ഇൽമുൽ കലാമിന്റെ സ്ഥാനം എന്താണ് ഇസ്ലാമിൽ? ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ്, അറിയപ്പെട്ട ഇമാം, അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർക്കുള്ള ഇജ്മാ ഉണ്ട്. എന്ത് കാര്യത്തിൽ? അന്ന ഉലമാ അൽ കലാം ലൈസു ഉലമാ വലൈസു ഫുഖഹാ. ഇൽമുൽ കലാമിന്റെ ആളുകൾ ഉലമാക്കളല്ല എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു റജബ് തുടർന്ന് പറയുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, ഇൽമുൽ കലാമിന്റെ ആളുകളെ കുറിച്ച്, അഥവാ സഹാബത്തിന്റെ കാലത്തില്ലാത്ത പിന്നീട് യുക്തി ഉപയോഗിച്ച് ഇവരുണ്ടാക്കിയ ഇൽമ്. ആ ഇൽമിന്റെ ഉദാഹരണങ്ങൾ വിശദീകരിക്കുകയാണ്. ഫമിൻ ദാലിക മാ അഹ്ദഥത്ഹുൽ മുഅ്തസിലതു മിനൽ കലാമി ഫിൽ ഖദർ. അതിൽപ്പെട്ടതാണ് ഖദറിനെ കുറിച്ച് മുഅ്തസിലിയാക്കളുടെ വാദം. ഇതൊക്കെ ഫിലോസഫർമാരുടെ വാദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. റബ്ബുണ്ട് എന്ന് പറയാൻ ഇന്ന തെളിവാണെന്നല്ലോ നിങ്ങൾ തെളിവാക്കിയത്. അപ്പൊ ആ റബ്ബ് ഇങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം? അതിൽപ്പെട്ടതാണ് ഖദർ നിഷേധം. ചില ആളുകൾ ഖദറിൽ പരിധി വിട്ടു, ചില ആളുകൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിച്ചു, ചില അള്ളാഹുവിന്റെ അസ്മാ നിഷേധിച്ചു. ഇതൊക്കെ അതിന്റെ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് ഖദർ. മുഅ്തസിലിയാക്കൾ കൊണ്ടുവന്ന ഖദർ നിഷേധം. വദർബിൽ അംസാലി ലില്ലാഹ്, അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കൽ. വഖദ് വറദ അൻ-നഹ്യു അനിൽ ഖൗളി ഫിൽ ഖദർ. യഥാർത്ഥത്തിൽ മുൻഗാമികളുടെ നിലപാട് എന്താണ്? ഖദറിനെ കുറിച്ച് പരിധി വിട്ട് മുഴുകുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് വിലക്കപ്പെട്ടതാണ്. ഫീ സഹീഹൈ ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം, ഇബ്നു ഹിബ്ബാനും ഹാക്കിമും അവരുടെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ യസാലു അംറു ഹാദിഹിൽ ഉമ്മത്തി മുവാഫിയൻ മുഖാരിബൻ. ഈ ഉമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കും, ഹക്കിനോട് യോജിച്ച അവസ്ഥയിലായിരിക്കും. മാലം യതകല്ലമു ഫിൽ വിൽദാനി വൽ ഖദർ, അവർ ഖദറിനെ കുറിച്ച് സംസാരിക്കുന്നത് വരെ. വഖദറു യമഖൂഫൻ വറജ്ജഹ ബഅദുഹും വഖഫഹു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല, ഇബ്നു അബ്ബാസിന്റെ വാക്കാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വഖറജൽ ബൈഹഖി മിൻ ഹദീസ് ഇബ്നു മസ്ഊദ് മർഫൂഅൻ. മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികു. എന്റെ സഹാബത്തിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അവസാനിപ്പിക്കുക, അവരെ കുറിച്ച് സംസാരിക്കരുത്, കുറ്റം പറയരുത്. വഇദാ ദുകിറ അൻ-നുജൂമു ഫഅംസികു. അതുപോലെ നക്ഷത്രങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അവസാനിപ്പിക്കുക, സംസാരിക്കരുത് എന്ന് പറഞ്ഞതായി. അപ്പൊ ഇവിടെ ഈ ഹദീസുകൾ പറയുന്ന കാര്യം എന്താണ്? പിൽക്കാലക്കാരുണ്ടാക്കിയിട്ടുള്ള സ്വഹാബത്തിന്റെ കാലത്ത് ഇല്ലാത്ത എൽമിൽപ്പെട്ട ഒരു എൽമാണ്, ഒരു ഉദാഹരണമാണ് ഖദറിനെ കുറിച്ചുള്ള പരിധിവിട്ട ഗവേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഖദറിനെ കുറിച്ച് മുൻഗാമികളുടെ നിലപാട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്, അമിതമായ ഗവേഷണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം എന്തല്ല? ഖദർ എന്നുള്ളത് പഠിക്കാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത സങ്കീർണമായ ഒരു മസലയാണ് എന്നല്ല. ഖദർ എന്ന് പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അർബഈൻ നവവിയിൽ ഷർഹിൽ പറഞ്ഞത് കാണാം. ഖദർ എന്ന് പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, സഹാബത്ത് ഖദറിനെ കുറിച്ച് ചർച്ച ചെയ്യരുത്, തർക്കിക്കരുത് എന്ന് പറയുന്നതുകൊണ്ട് ഖദർ പ്രയാസമുള്ള കാര്യമാണെന്നല്ല അർത്ഥം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം
അല്ല. കാരണം അർക്കാനുൽ ഈമാനിൽപ്പെട്ട 6ാമത്തെ കാര്യമാണ്. അർക്കാനുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ആണും പെണ്ണും കുട്ടിയും മുതിർന്നവനും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ഖദർ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് വിലക്കപ്പെട്ടിട്ടുള്ളത്? ഖദറിന്റെ കാര്യത്തിൽ പരിധി വിടരുത് എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഖദറിനെ കുറിച്ച് 2 തരത്തിൽ മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഖദറിന്റെ കാര്യത്തിലുള്ള ഗവേഷണങ്ങൾ വിലക്കുന്നതായി 2 തരത്തിൽ മുൻഗാമികൾ വിലക്കിയത് കാണാം. ഒന്ന്, അൽ ഖദറു സിറുല്ലാഹ്. ഖദർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രഹസ്യമാണ്, അത് നിങ്ങൾ വെളിവാക്കാൻ ശ്രമിക്കരുത് എന്ന് ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഖദറിനെ കുറിച്ച് ലിമ, എന്തുകൊണ്ട് എന്ന് ചോദിക്കരുത് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്. അതിനു മുമ്പ് ഖദർ എന്താണെന്ന് ചുരുക്കി പറയാം. അള്ളാഹുവിന്റെ ഖദറിലുള്ള നമ്മുടെ വിശ്വാസം എന്താണ് ചുരുക്കി പറഞ്ഞാൽ? എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നതാണ്. ഈ ദുനിയാവിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ അറിഞ്ഞതാണ്, എഴുതി വെച്ചതാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉണ്ടാക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. ഈ 4 കാര്യങ്ങളാണ് ഖദർ. അള്ളാഹുവിന്റെ അറിവ്, അതവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവന്റെ ഉദ്ദേശപ്രകാരമാണ് ഇത് സംഭവിക്കുന്നത്. ആ സംഭവങ്ങൾ അവൻ സൃഷ്ടിക്കുകയാണ്, അപ്പോൾ അള്ളാഹു സൃഷ്ടിക്കുകയാണ്. ഈ 4 കാര്യങ്ങൾ കൂടിയതാണ് ഖദർ എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളും ഉള്ളതോടൊപ്പം തന്നെ മനുഷ്യർക്ക് അള്ളാഹു വിവേചനാധികാരം, ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഇഖ്തിയാർ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുമുണ്ട്. ഇതാണ് ഖദർ ചുരുക്കി പറഞ്ഞാൽ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി. നമ്മുടെ വിശ്വാസം ഇത്ര ലളിതമാണ്. പക്ഷെ ചില ആളുകൾക്ക് ഇത് അത്ര ലളിതമല്ല എന്ന് തോന്നി. അവർ ചോദിക്കാൻ തുടങ്ങി, ഈ 4 കാര്യങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടാനുസരണമാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശാനുസരണമാണ് ഈ ലോകത്ത് എല്ലാം സംഭവിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ഇഖ്തിയാർ ഉണ്ടാകും, നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാകും? അതിനുള്ള മറുപടിയാണ് സലഫുകൾ പറഞ്ഞത്, അൽ ഖദറു സിറുല്ലാഹ്. ഖദർ അള്ളാഹുവിന്റെ രഹസ്യമാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കരുത്. ഫലാ തക്ഷിഫു, അത് ലാഹിറാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. രഹസ്യം പരസ്യമാകണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന് ഇൽമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റബ്ബാണെങ്കിൽ ഖദർ ഉണ്ടായേ പറ്റൂ. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിനൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവ് ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശത്തിനെതിരായി ഒരു കാര്യം അവന്റെ സൃഷ്ടികൾ സംഭവിക്കുമോ? സംഭവിക്കാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അവന്റെ അധികാരം പൂർണ്ണമല്ല. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ചലനം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനെതിരായി സംഭവിച്ചാൽ അള്ളാഹുവിന്റെ അധികാരം പൂർണ്ണമല്ല. അപ്പൊ ഈ 4 കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധി അത് നിർബന്ധമാണ്. അള്ളാഹു ആണെങ്കിൽ, അവൻ റബ്ബാണെങ്കിൽ ഈ 4 കാര്യവും വേണം, അതിൽ സംശയമില്ല. എന്നാൽ ഇഖ്തിയാർ, മനുഷ്യന് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടോ ഇല്ലേ? എന്താണ് നിങ്ങളുടെയൊക്കെ അനുഭവം? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വാതന്ത്ര്യം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി തരട്ടെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത്. നമ്മെ ആരും നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇഖ്തിയാർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും യഖീനായ കാര്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത്. ശരി, അപ്പൊ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിപ്പിക്കുന്നു, അവന്റെ ഉദ്ദേശാനുസരണം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെ ഒരുമിച്ച് നടക്കും? ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നുണ്ട്, ഇതെന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നതാണ്, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നതാണ്, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. എനിക്ക് സംസാരിക്കേണ്ട എന്ന് തോന്നിയാൽ ഞാൻ സംസാരം നിർത്തും. ഇത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളിവിടെ ഇരിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് മടുത്താൽ നിങ്ങൾ എഴുന്നേറ്റ് പോകും. നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അത് നിങ്ങളുടെ യഖീനാണ്, നിങ്ങൾക്ക് ഇഖ്തിയാറുണ്ട് എന്നുള്ളത്. അതോടൊപ്പം നിങ്ങളെവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് അള്ളാഹുവാണ്, എന്നെ ഇവിടെ സംസാരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഈ 2 കാര്യങ്ങൾ എങ്ങനെ ഒന്നിച്ചു പോകും? ഇതാണ് ചോദ്യം. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മളിപ്പോ ചോദിക്കുന്നത്, എങ്ങനെയെന്ന്. അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലൈസ കമിസ്ലിഹി ഷൈഉൻ. അള്ളാഹുവിനെ കുറിച്ച് ഒന്നുമില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ബുദ്ധിക്ക് കഴിവില്ല. അള്ളാഹുവിനെ കുറിച്ച് കൈഫ എന്ന ചോദ്യമില്ല. അതാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഇസ്തിവാനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അൽ ഇസ്തിവാഉ മഅലൂം. അള്ളാഹു അർശിന്റെ മുകളിലായിരിക്കുന്നു, ഇസ്തിവാ ചെയ്തിരിക്കുന്നു. എങ്ങനെ ഇസ്തിവാ? കൈഫ ഇസ്തവ എന്നൊരാൾ ചോദിച്ചപ്പോൾ ഇമാം മാലിക് എന്താ പറഞ്ഞത്? അൽ ഇസ്തിവാഉ മഅലൂം. അറബി ഭാഷയിൽ ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഒന്ന് മറ്റൊന്നിന്റെ മുകളിലായിരിക്കുന്നു എന്നാണ്. വൽ കൈഫു മജ്ഹൂൽ, അതെങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല. വസ്സുആലു അൻഹു ബിദ്അ, ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ബിദ്അത്താണ്. സഹാബത്ത് ചോദിച്ചിട്ടില്ല. സഹാബത്ത് ചോദിക്കാതിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇമാം മാലിക് പറഞ്ഞത് വസ്സുആലു അൻഹു ബിദ്അ,
അള്ളാഹുവിന്റെ സിഫത്തുകൾ എങ്ങനെയെന്ന് ചോദിക്കുന്നത് പുത്തൻവാദമാണെന്നാണ് പറഞ്ഞത്. ഇമാം മാലിക് ഇമാമാണ്, ആവേശം കയറി എന്തെങ്കിലും പറയുന്ന ആളല്ല. അദ്ദേഹം മദീനയിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ സഹാബത്തിനെ കണ്ടിട്ടുള്ള ആളുകളാണ്, താബിയങ്ങളാണ്. അപ്പോ സഹാബത്തിന്റെ കാലം കഴിഞ്ഞ് അധിക കാലമായിട്ടില്ല. മാലിക് നാഫിഅ് അൻ ഇബ്നു ഉമർ, ഇബ്നു ഉമറിന്റെ ഇടയിൽ ഒരാളേ ഉള്ളൂ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. അപ്പൊ ഇങ്ങനെയുള്ള ഇമാം മാലിക്കാണ് പറയുന്നത് സുആലു അൻഹു ബിദ്അ. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് കൈഫ എന്നുള്ള ചോദ്യം സഹാബത്തോ താബിയങ്ങളോ ചോദിച്ചിട്ടില്ല. പിന്നീട് ഉണ്ടായ ചോദ്യമാണ് ഇത്. സ്വഹാബത്ത് ഏതായാലും ചോദിച്ചിട്ടില്ല. ഇത് ചോദിക്കാതിരുന്നു എന്നുള്ളത് സ്വഹാബത്തിന്റെ ഫിഖാണ്, അവരുടെ അറിവാണ് അത് കാണിക്കുന്നത്. 1,00,000 ആളുകൾ, ആ 1,00,000-ൽ ഒരാൾക്കും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയിട്ടില്ല. അള്ളാഹുവിന്റെ 100 കണക്കിന് സിഫത്തുകൾ ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സിഫത്തിനെ കുറിച്ച് കൈഫ എന്ന് ചോദിക്കാൻ അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് ചോദിക്കുന്നതിൽ സിറുല്ലാഹ്, അള്ളാഹുവിന്റെ രഹസ്യം എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയെന്നുള്ളത് അത് ഖദറിൽ മാത്രമല്ല എല്ലാ സിഫത്തുകൾക്കും ബാധകമാണ്. എങ്ങനെയെന്നുള്ള ചോദ്യം ഇവിടെയില്ല. പ്രത്യേകിച്ച് ഖദറിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ജാഹിലിയത്തിൽ പോലും അറബികൾ ഖദർ നിഷേധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടത്. അല്ലെ, താബിയങ്ങൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ലഖല്ലാഹറ അൻദന ഉനാസുൻ, ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, യംഫൂനൽ ഖദർ, ഖദർ നിഷേധിക്കുന്നവരാണ്. വയഖൂലൂന ഇന്നൽ അംറ ഉനുഫ്, അവർ പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയാതെ ഉണ്ടാകുന്നതാണ്, ഉണ്ടായതിനു ശേഷമാണ് അള്ളാഹു അറിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമായിരുന്നു താബിയങ്ങൾക്ക്. കാരണം ജാഹിലിയത്തിൽ പോലും അവർ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. പിൽക്കാലത്തുണ്ടായ ചില ദലാലത്തുകളെ കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇബ്നു റജബ് ഇവിടെ ഖദരികളെ കുറിച്ച് അല്ലെങ്കിൽ മുഅ്തസിലത്തിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം പറയാനുള്ള കാരണം ഇത് ഒരു ഇൽമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവന്നതാണ്. കാരണം കുഫാറുകൾ ചോദിക്കുമല്ലോ എങ്ങനെയാണ് ഇത് രണ്ടും ഒത്തുപോകുന്നത്. അപ്പൊ മുഅ്തസിലാക്കൾ പറഞ്ഞതാണെന്ത്, അവർക്ക് 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ ഖദറിനെ നിഷേധിക്കണം, അള്ളാഹുവിന് മുൻകൂട്ടി അറിയില്ല എന്ന് പറയണം, അല്ലെങ്കിൽ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയണം. അപ്പൊ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹു ചെയ്യുന്നത് അനീതിയല്ലേ, പാപികൾ അള്ളാഹു ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അള്ളാഹുവിന് നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞാലോ, നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അത് കുറവാണ്, ന്യൂനതയാണ്. അപ്പൊ ഇവർക്ക് 2-ൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. അപ്പൊ ഇവർ തിരഞ്ഞെടുത്തത് എന്താണ്? അള്ളാഹുവിന്റെ ഇൽമിനെയാണ് അവർ ചോദ്യം ചെയ്തത്. ഇൽമ് അംഗീകരിച്ചു, അള്ളാഹുവിന് നേരത്തെ അറിയാം, പക്ഷെ അതാത് സമയത്ത് അള്ളാഹു സൃഷ്ടിക്കുന്നതല്ല. അവനവന്റെ പ്രവൃത്തി അവനവന് സൃഷ്ടിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ സൃഷ്ടിക്കുകയാണ്, നമ്മുടെ ഉദ്ദേശപ്രകാരം നമ്മൾ സൃഷ്ടിക്കുകയാണ്. അള്ളാഹു നേരത്തെ അറിയാം, പക്ഷെ അപ്പൊ അള്ളാഹു സൃഷ്ടിക്കുന്നതല്ല. നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളിൽ 2 അവർ നിഷേധിച്ചു. അള്ളാഹുവിന്റെ മശീഅത്തും അള്ളാഹുവിന്റെ ഖൽഖും അവർ നിഷേധിച്ചു. അവർ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലത്. അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്നതിനേക്കാൾ നല്ലത് അതായിരുന്നു. അപ്പൊ ഇതാണ് ഖദറിനെ കുറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്. വഖദറു യമിൻ ഉജൂഹിൻ മുതഅദ്ദിദ. അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറയുന്നത്, ഖദറിന്റെ ഭാഗമായി നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഖദറിൽ ഹിക്മത്തുണ്ടാകും, അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽ ഹിക്മത്തുണ്ടാകും, അതുപോലെ അദലുണ്ടാകും. ഈ 2 കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഓരോ പ്രവൃത്തികളിലും ഉണ്ടാകും. ഇതുകൂടി മനസ്സിലാക്കിയാൽ ഖദറിന്റെ കാര്യം തീർന്നു. അള്ളാഹുവിന്റെ എല്ലാ പ്രവൃത്തിയിലും അദലുണ്ടാകും, നീതി ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രവൃത്തികൾ ഒന്നുകിൽ നീതിയായിരിക്കും അല്ലെങ്കിൽ ഫദലായിരിക്കും, ഒന്നുകിൽ അദലായിരിക്കും അല്ലെങ്കിൽ ഫദലായിരിക്കും. എന്താണ് അദലും ഫദലും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ ഒരാളെ ജോലിക്ക് വിളിച്ചു, 2 പേരെ വിളിച്ചു, 2 പേരോടും പറഞ്ഞു 500 രൂപയാണ് കൂലി എന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഒരാൾക്ക് 500 കൊടുത്തു, മറ്റേയാൾക്ക് 1000 കൊടുത്തു. ഈ 500 കൊടുത്തത് എന്താണ്? അദലാണ്, നീതിയാണ്. 1000 കൊടുത്തത് ഫദലാണ്, ഔദാര്യമാണ്. ഒരാൾക്ക് 1000 കൊടുത്തത് കൊണ്ട് ഞാൻ മറ്റേ ആളോട് ദുൽമ ചെയ്തോ? ദുൽമ ചെയ്തിട്ടില്ല. അതേമറിച്ച് മറ്റേ ആൾക്ക് 499 കൊടുത്തിട്ട് ഇയാൾക്ക് 500 കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ ആദ്യത്തെ ആളോട് ദുൽമ ചെയ്തു എന്ന് പറയാം. കൂടുതൽ കൊടുക്കുന്നത് ദുൽമല്ല, മറ്റേ ആളുള്ള ദുൽമല്ല. അള്ളാഹുവിന്റെ പ്രവൃത്തികൾ ഒന്നുകിൽ അതിലായിരിക്കും അല്ലെങ്കിൽ ഫദലായിരിക്കും. 2 മനുഷ്യന്മാർ, ഒരാളെ അള്ളാഹു ഹിദായത്ത് കൊടുത്തു, മുസ്ലിമാക്കി, ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തി, മുസ്ലിമായി മരണപ്പെട്ടു, സ്വർഗത്തിൽ പ്രവേശിച്ചു. മറ്റൊരാൾ കാഫിറായി, അള്ളാഹു അവൻ കാഫിറാകാൻ തീരുമാനിച്ചു, അവൻ കാഫിറായി, അല്ലെങ്കിൽ മുസ്ലിമായിട്ട് അവസാനം അവൻ കാഫിറായി മരിക്കുന്ന അവസ്ഥയുണ്ടായി, നരകത്തിലെത്തി. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ ചെയ്തിട്ടുണ്ടോ? നമുക്ക് നോക്കാം. നമ്മൾ അർഹിക്കുന്നതിൽ കുറച്ച് തരുന്നതാണ് ദുൽമ എന്ന് പറയുന്നത്.
അള്ളാഹുവിന്റെ മേൽ മനുഷ്യൻ എന്തെങ്കിലും അർഹതയുണ്ടോ, എന്തെങ്കിലും ഇസ്തിഹ്ഖാഖുണ്ടോ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഈ പണിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് 500 കിട്ടാനുള്ളത് പോലെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു കൊടുക്കുന്നതെല്ലാം, നമുക്ക് തരുന്നതെല്ലാം അതിലാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് നോക്കിയാൽ നമ്മൾ ആരും അത് നിർവഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ ഫദ്ല് എനിക്ക് തന്നു. നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ഫദ്ല് നൽകട്ടെ. അങ്ങനെ നമുക്ക് നൽകി. അള്ളാഹു ആരെയാണോ ദലാലത്തിലാക്കിയത് അത് അതിലാണ്. ഇനി ഒരു ചോദ്യം, അടുത്ത ചോദ്യം, ഇതിൽ എന്തുകൊണ്ട് നമുക്ക് അള്ളാഹു അവന്റെ ഫദ്ല് തന്നു, മറ്റവൻ അള്ളാഹു അതിൽ കൊടുത്തു? എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? അതാണ് ഹിക്മത്ത്. അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്, ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് അവനെ അങ്ങനെയാക്കി, നമ്മൾ എങ്ങനെയാക്കി? അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം നമുക്കറിയാമോ? അറിയില്ല. നമുക്കറിയില്ല എന്നതുകൊണ്ട് അത് ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, അല്ലേ? ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്നു. ഡോക്ടർ നമ്മെ പരിശോധിച്ചിട്ട് പറയുന്നു, ഇന്ന അസുഖമുണ്ട്, വയറ് തുറന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ വയറ് അല്ലെങ്കിൽ നെഞ്ച് പൊളിച്ച് ഹാർട്ട് പുറത്തെടുത്ത് തുന്നിക്കൂട്ടി തിരിച്ചു വെക്കുന്നു. നമ്മോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ജാഹിലായ സാധാരണക്കാരനായ നമ്മൾ ചോദ്യം ചെയ്യാൻ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലെ ഹിക്മത്ത്? ഈ ഡോക്ടർ നമുക്കത് പറഞ്ഞു തരുമോ? പറഞ്ഞു തന്നേക്കാം, പക്ഷെ നമുക്ക് മനസ്സിലാവുകയില്ല. അതിനർത്ഥം അവിടെ ഒരു ഹിക്മത്ത് ഇല്ല എന്നാണോ? അല്ല, അവിടെ ഹിക്മത്തുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുപോലെ അള്ളാഹു ആരെ വലാലത്തിലാക്കി, ആർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തു, ആരെ അള്ളാഹു സമ്പന്നനാക്കി, ആരെ മിസ്കീനാക്കി, ഇതിനൊക്കെ പിന്നിൽ അള്ളാഹുവിന് ഹിക്മത്തുണ്ട്. പക്ഷെ ആ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഖദറിനെ കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അതിനെതിരായിട്ടുള്ള വാദങ്ങളെ കുറിച്ചാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫികളൊക്കെ അതിന്റെ ആളുകൾ ഉണ്ടാക്കിയത് വലിയ ഇൽമു എന്നുള്ള നിലക്കാണ്, ഇസ്ലാമിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയാണ്, ഇസ്ലാമിൽ അള്ളാഹു അനീതി ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടിയാണ്. പക്ഷെ അതൊന്നും സഹാബത്ത് പറയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ നാഫിയായ ഇൽമു എന്ന് പറയാൻ സാധിക്കുകയില്ല. وقد روي من وجوه متعددة في أساندها مقال. وروي عن ابن عباس رضي الله عنهما أنه قال لميمون بن مهران رحمه الله. ميمون بن مهران എന്ന് പറയുന്ന താബിഈയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇയ്യാക വന്നദർ ഫി النجوم, നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നത് നീ സൂക്ഷിക്കുക. فإنها تدعو إلى الكهانة, കാരണം അത് കിഹാനത്തിലേക്ക് നയിക്കും. ഇതാണ് കാരണം. നക്ഷത്രത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? ആദ്യം നല്ല ലക്ഷ്യത്തോടെ പഠിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജ്യോത്സ്യന്മാര് നല്ല വരുമാനം ഉണ്ടാക്കുന്നത് കാണുന്നു, അപ്പൊ അവര് ജ്യോത്സ്യപ്പണിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വൽ ഖദർ, അതുപോലെ ഖദർ നീ സൂക്ഷിക്കുക, ഖദറിനെ കുറിച്ചുള്ള ഗവേഷണം സൂക്ഷിക്കുക. ഫഇന്നഹു യദ്ഉ ഇല സന്ദഖ, അത് കുഫറിലേക്ക് നയിക്കും. എന്താ കുഫറിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ, ഈ അള്ളാഹുവിന്റെ ഖദറും മനുഷ്യന്റെ ഇഖ്തിയാറും എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത്? അപ്പോ ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അള്ളാഹുവിന്റെ ഇൽമിനെ നിഷേധിക്കും, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കും. ഇത് രണ്ടിലൊന്നും നിഷേധിക്കേണ്ടി വരും അഹ്ലുസുന്നത്ത് അല്ലാത്ത ഒരാൾക്ക്. അപ്പോൾ അള്ളാഹുവിന്റെ ഇൽമിനെ നിഷേധിക്കുന്നത് സന്തഖത്താണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഖദറിനെ കുറിച്ച് തർക്കിക്കുന്ന ആളുകൾ ഖദരിയാക്കൾ, ഖദർ നിഷേധിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് ഖദർ നിഷേധിക്കുന്ന ആളുകളെ ഖദരിയ എന്ന് വിളിക്കുന്നത്? ഖദറിൽ വിശ്വാസമുള്ള ആളുകളല്ലേ ഖദരിയ എന്ന് വിളിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഖദർ നിഷേധികളെ ഖദരിയ എന്ന് വിളിക്കുന്നത്? പണ്ഡിതന്മാർ പറയുന്നത്, കാരണം അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ഖദർ നിഷേധിച്ചു. അള്ളാഹു നമ്മുടെ പ്രവൃത്തികൾ സൃഷ്ടിക്കുന്നില്ല, നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞു മുഅ്തസിലിയാക്കളൊക്കെ. അപ്പൊ അള്ളാഹുവിന്റെ ഖദറിനെ അവിടുന്ന് മാറ്റിയിട്ട് അവരിലേക്ക് മാറ്റി. അവരാണ് ഖദർ നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഖദരിയ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇമാം ഷാഫിഈ പറയുകയാണ്, ഖദരിയാക്കൾ നിങ്ങളോട് വാദിക്കാൻ വന്നാൽ ഫഖാസിമുഹും ബിൽ ഇൽം, അവരെ നിങ്ങൾ ഇൽമു കൊണ്ട് തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമു എന്ന് പറയുന്ന സിഫത്തിനെ പറ്റി അവരോട് ചോദിക്കുക. അള്ളാഹുവിന്റെ ഇൽമു പൂർണ്ണമാണോ അതോ നാഖിസാണോ, അതിൽ എന്തെങ്കിലും കുറവുണ്ടോ? പൂർണ്ണമാണ് എന്നവർ പറഞ്ഞാൽ ഫൈദ അഖറു ബിഹി ഖുസിമു, അള്ളാഹുവിന്റെ ഇൽമു എന്ന സിഫത്തിനെ അവർ അംഗീകരിച്ചാൽ അവർ തോറ്റു. അള്ളാഹുവിന്റെ ഇൽമു പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൽ പെട്ടില്ലേ? അപ്പോ അവർ പരാജയപ്പെട്ടു. ഇത് മുഅ്തസിലത്തല്ല, അതിലും കടുത്ത അള്ളാഹുവിന്റെ ഇൽമു തന്നെ നിഷേധിക്കുന്ന ഖദരിയാക്കളെ കുറിച്ചാണ്, ജഹ്മിയാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഫൈദ അൻകറുഹു കഫറു, അത് നിഷേധിച്ചാൽ അവർ കാഫിറാവുകയും ചെയ്തു. അതാണ് ഇവിടെ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഫഇന്നഹു യദ്ഉ ഇല സന്ദഖ വഇയ്യാക വശത്മ അഹദിൻ മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു സഹാബിയെ ചീത്ത പറയുന്നതിനെ നീ സൂക്ഷിക്കുക. ഫയുകിബ്ബക അല്ലാഹു ഫിന്നാരി അലാ വജ്ഹിക, അല്ലാഹു നിന്നെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തും സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ. വഖറജഹു അബൂ നുഐം മർഫൂഅൻ വലാ യസ്ഹു റഫ്ഉഹു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നുള്ളതാണ് സ്വഹീഹായിട്ടുള്ളത്. വന്നഹ്യു അനിൽ ഖൗലി ഫിൽ ഖദരി യകൂനു അലാ വുജൂഹ്, ഖദറിനെ കുറിച്ച്
അമിതമായ ഗവേഷണം പാടില്ല എന്ന് പറഞ്ഞതിൽ പല ഉദ്ദേശങ്ങളുണ്ട്. എന്തൊക്കെയാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്, ഏത് തരത്തിലുള്ള സംസാരങ്ങളെയാണ് വിലക്കിയിട്ടുള്ളത്, പലതരത്തിലുണ്ട്. ഒന്ന്, ദർബു കിതാബില്ലാഹി ബഅദഹു ബിബഅദ്, അള്ളാഹുവിന്റെ കിതാബിനെ തമ്മിലടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ട് മറ്റുള്ള ആയത്തുകളെ ചോദ്യം ചെയ്യുക. ഏതുപോലെ ഫയൻസിഉൽ മുസ്ബിതു ലിൽ ഖദരി ബിആയ, ഖദർ ഉണ്ട് എന്ന് പറയുന്നവൻ ഒരു ആയത്തെടുത്തിട്ട് വാദിക്കും. അല്ലാഹു തആല ഖദറിനെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആയത്തുകൾ എടുത്തിട്ട് തർക്കിക്കും. വന്നാഫി ലഹു ബി ഉഖ്റ, ഖദർ നിഷേധിക്കുന്നവൻ അവന് അള്ളാഹുവിന്റെ നീതിയെ പറ്റി പറയുന്ന ആയത്തുകൾ എടുത്തിട്ട് തിരിച്ചു പറയും. വയഖഉ തജാദുലു ഫീ ദാലിക, അങ്ങനെ തർക്കിക്കും. وهذا قد روي انه وقع في عهد النبي صلى الله عليه وسلم وان النبي صلى الله عليه وسلم غضب من ذلك. ഇതിന്റെ ചെറിയ അംശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ കോപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. وهذا من جملة الاختلاف في القرآن والمراء فيه وقد نهي عن ذلك. ഖുർആനിൽ തർക്കിക്കരുത് എന്ന് വിലക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള തർക്കമാണ്. ഖുർആനിൽ ഒരു ആയത്ത് എടുത്തിട്ട് ഒരു ബാത്തിലിനെ തെളിവാക്കും, മറ്റൊരായത്തിനെടുത്തിട്ട് ഇതിനെതിരായിട്ടുള്ള മറ്റൊരു ബാത്തിലിനെ തെളിവാക്കും. രണ്ടും അബദ്ധമാണ്. വമിൻഹ, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഖദറിന്റെ കാര്യത്തിൽ വിലക്കിയ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഖദർ സ്ഥിരപ്പെടുത്തുന്നയാൾ അള്ളാഹുവിന്റെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് ഒരായത്ത് തെളിവാക്കും. അതുപോലെ ഖദറിൽ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ നീതിയെക്കുറിച്ചുള്ള ആയത്തുകൾ തെളിവാക്കും. വമിൻഹ അൽ ഖൗദു ഫിൽ ഖദരി ഇസ്ബാതൻ വനഫിയൻ ബിൽ അഖീസത്തിൽ അഖ്ലിയ്യ, ബുദ്ധിപരമായ ഖിയാസ്, അഖൽ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തർക്കം. ആദ്യം ഖുർആൻ ആയത്ത് കൊണ്ടുള്ളതാണ്, ഇനി ബുദ്ധി കൊണ്ട് തർക്കിക്കും. ഖൗലുൽ ഖദരിയ്യതി, ഖദരിയാക്കളുടെ വാക്ക്, അവരുടെ വാദം എന്താണ്? ഉദാഹരണത്തിന് ഖദരിയാക്കൾ പറയും ലൗ ഖദ്ദറ വഖദ ثم عذب كان ظالما. അള്ളാഹു ഖദാ ഖദറൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മുടെ പ്രവൃത്തികളൊക്കെ മുൻകൂട്ടി വിധിച്ചിട്ട് പിന്നെ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്താൽ അത് ദുൽമാണ്. അപ്പൊ ഇവിടെ ആയത്തോ ഹദീസൊന്നുമില്ല, അവരുടെ ബുദ്ധിയിൽ ഇങ്ങനെ തോന്നി. നേരത്തെ പറഞ്ഞ അതേ വാദം തന്നെയാണ്, പക്ഷെ ഇവിടെ ആയത്ത് തോന്നുന്നില്ല എന്ന് മാത്രം. വഖൗലു മൻ ഖാലഫഹും, ഇപ്പുറത്തുള്ള ആളുകൾ എന്ത് പറയും? ഇന്നല്ലാഹ ജബറൽ ഇബാദ അലാ അഫ്ആലിഹിം, അള്ളാഹു അടിമകളെ അവരുടെ പ്രവൃത്തികളിൽ നിർബന്ധിച്ചിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ മനുഷ്യൻ പ്രവർത്തിക്കുന്നു, മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എന്ന് തിരിച്ചു പറയും. കാരണം മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മനുഷ്യൻ അള്ളാഹിനേക്കാൾ വലിയവനാവും. അപ്പോ അത് ബുദ്ധിപരമായി ശരിയാവുന്നില്ല എന്ന് ഇവർ തിരിച്ചും പറയും. രണ്ടും ബാത്തിലാണ്. വനഹുദാലിക്, ഇതുപോലെയുള്ള സംസാരങ്ങൾ. ഒരു മിനിറ്റ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ തർക്കം. വമിൻഹ, അതുപോലെ സലഫുകൾ വിലക്കിയിട്ടുള്ള മൂന്നാമത്തെ കാര്യം എന്താണ്? അൽ ഖൗദു ഫീ സിർരില്ലാഹ്, അള്ളാഹുവിന്റെ രഹസ്യത്തെ കുറിച്ചുള്ള അന്വേഷണം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇന്നയാളെ ഹിദായത്തിലാക്കി, എന്തുകൊണ്ട് മറ്റവന് ഹിദായത്ത് കൊടുത്തുകൂടായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ഹിക്മത്തിനെ കുറിച്ചുള്ള ചോദ്യം. ഹിക്മത്ത് ഇല്ല എന്നല്ല, ഹിക്മത്ത് ഉണ്ട്, പക്ഷെ ഹിക്മത്ത് എന്താണ് എന്ന് നമുക്കറിയില്ല. ഈ മൂന്ന് കാര്യങ്ങളും വിലക്കപ്പെട്ടതാണ്. വഖദ് വറദ നഹ്യു അൻഹു അൻ അലിയ്യിൻ വഗൈരിഹി മിനസ് സലഫ്, അലി റളിയല്ലാഹു അൻഹു മറ്റു പല സലഫുകളും ഇത് വിലക്കിയിട്ടുണ്ട്. ഫഇന്നൽ ഇബാദ ലാ യത്തലിഊന അലാ ഹഖീഖത്തി ദാലിക്, ഈ കാര്യം അഥവാ എന്തുകൊണ്ട് അല്ലാഹു ഇന്നയാൾക്ക് ഇന്ന വിധി നൽകി മറ്റേയാൾക്ക് മറ്റേ വിധി നൽകി എന്നുള്ളത് അത് മനസ്സിലാക്കാൻ അടിമകൾക്ക് സാധ്യമല്ല. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് അന്നഹ്യു അനിൽ ഖൗദി ഫിൽ ഖദർ, ഖദറിൽ നിങ്ങൾ പരിധിവിട്ട ഗവേഷണങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇതാണ് പിൽക്കാലക്കാരുണ്ടാക്കിയ ഖദറിന്റെ വിഷയത്തിലുള്ള ബിദ്അത്ത് എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നത്. ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് തുടരാം.